ഓക്കെ അല്ലേ? ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും സുഖാണോ? ഓക്കെ. സുഖല്ലേ? യെസ് യെസ്. റൈറ്റ്. എങ്ങനെ പോണു ട്രേഡിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയോ? ട്രേഡിംഗ് ഒക്കെ ഓപ്ഷൻ ബൈയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? പേപ്പർ ട്രേഡിംഗിലും പേപ്പർ ചെയ്തിട്ടുണ്ട് കുറച്ച്. അതെ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടോ? നമ്മൾ കുറേ പ്രാവശ്യം അങ്ങനെ റിവൈസ് ചെയ്തിരുന്നു നമ്മളുടെ സ്ട്രാറ്റജി അല്ലേ? ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി, പിന്നെ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യണത് കണ്ടിരുന്നു, പിന്നെന്താണ് ലെവൽസ് വരയ്ക്കുന്നതും എല്ലാം കണ്ടിരുന്നു അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടോ അതിൽ? അപ്പോൾ നമ്മളിന്ന് ഓപ്ഷൻ സെല്ലിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാൻ പോവാണ്. അപ്പോൾ ഓപ്ഷൻ ബൈയിങ് വളരെ തറമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ആ ഏരിയയിൽ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നതിലോ മാർക്കറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യുന്നതിലോ ഈ ഓപ്ഷൻസിൻ്റെ സ്ട്രൈക്ക് എങ്ങനെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് സ്റ്റോക്കിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിലോ, ഓപ്ഷൻ ചെയിനിലോ അതുപോലുള്ള ബേസിക് കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പതുക്കെ അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരുമോ? ക്ലിയർ ആവാനുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈയിങ്ങിന്റെ പെർസ്പെക്റ്റീവ് തറമായാലേ നമുക്ക് സെല്ലിങ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സെല്ലിങ് മനസ്സിലാക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. പുട്ടാണോ ബൈ ചെയ്യേണ്ടത്, സ്കോളാണോ സെല് ചെയ്യേണ്ടത്, ഡയറക്ഷൻസ് തമ്മിൽ വളരെ കൺഫ്യൂഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സാറേ ഈ മാർക്കറ്റ് ഓർഡറും ലിമിറ്റ് ഓർഡറും വെക്കണ അത് ഒന്നുകൂടെ കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അത് രണ്ട് ഏരിയാസ് ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഇത് രണ്ടും എല്ലാവർക്കും കൺഫ്യൂഷനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൃത്യമായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കണതും ഓർഡർ ടൈപ്സുകളും. പിന്നെ അതുപോലെ സെൻസിബിൾ സോഫ്റ്റ്വെയർ അതെല്ലാവരും യൂസ് ചെയ്ത് നോക്കിയിരുന്നോ? അത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനും അതിൻ്റെ ഡാറ്റാസ് ഒക്കെ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടോ? ടഫാണോ സെൻസിബിൾ? അതിൽ നേരിട്ട് പിന്നെ നമ്മൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആവില്ലല്ലോ, അതായത് പിന്നെ മാർക്കറ്റില്ല ഓർഡർ ആവില്ലല്ലോ അതിൽ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ? ഇല്ല, ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. നമ്മൾ ഇവിടുന്ന് ട്രേഡ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം. അപ്പോൾ അതിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ കോൾ ബൈ ചെയ്തു, ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ പേ ഓഫ് ചാർട്ട് കാണിക്കുന്നുള്ളൂ. ഇവിടെ പോയിട്ട് ബൈ ചെയ്യണം. ഒന്നിലധികം ലെഗ്സ് ഉണ്ടെങ്കിൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ബൈ ചെയ്താൽ ഇതുപോലൊരു പാനൽ വരും. ഇവിടെ പോയിട്ട് ബൈ വീണ്ടും ക്ലിക്ക് ചെയ്താലേ ബൈ ആവുള്ളൂ. സർ വീഡിയോ കാണുന്നില്ല. ഓക്കെ. കാണുന്നുണ്ടോ? സെൻസിബിൾ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പം നമ്മൾ സെൻസിബിളിൽ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയാണ് വരിക സെൻസിബിൾ അല്ലേ? സ്ട്രാറ്റജി ബിൽഡറിൽ പോയിട്ട് ബിൽഡ് എ കസ്റ്റം സ്ട്രാറ്റജിയിൽ നമ്മൾ ഏത് സ്ട്രൈക്കാണോ വാങ്ങണത്, ബൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സെല്ലിങ്ങും കൂടി പഠിക്കുമ്പോൾ 2 ലെഗ്സ് വരും, 2-4 ലെഗ്സ് ഒക്കെ വരും. അപ്പോൾ ഏത് സ്ട്രൈക്കാണോ ബൈ ചെയ്യുന്നത്, ഏത് സ്ട്രൈക്കാണോ സെല് ചെയ്യുന്നത്, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടിട്ട് ഡൺ കൊടുക്കാം. അപ്പോൾ ഡൺ കൊടുക്കുമ്പോൾ ഒരിക്കലും അത് വാങ്ങുന്നില്ല. ഡൺ കൊടുക്കുമ്പോൾ നമുക്കത് നമ്മൾ സെലക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ ട്രേഡ് ഓൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ട്രേഡ് ഓൾ എന്ന് പറയുന്ന ബട്ടൺ അടിക്കുമ്പോൾ വീണ്ടും ഇതുപോലൊരു പാനൽ വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആക്ച്വലി ബൈയും സെല്ലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെഗ് ആണോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഒറ്റ ട്രേഡ് ആണോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബൈ എന്ന് പറഞ്ഞിട്ടാണ് വരാം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടാണ് വരാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ. ബ്രോക്കർ വെച്ച് ലോഗിൻ ചെയ്യാം.
എനിക്ക് തോന്നുന്നു ഇവർ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ബ്രോക്കേഴ്സ് ഉണ്ട്, സെറോദ, അപ്സ്റ്റോക്ക്, അതുപോലുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. പലപ്പോഴും ഗൂഗിൾ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്താൽ ഇത് വർക്ക് ചെയ്യാറുണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഗൂഗിൾ വെച്ചിട്ട് ലോഗിൻ ചെയ്തപ്പോൾ നിഫ്റ്റി മാറ്റാൻ പറ്റുന്നില്ല, വേറെ സ്റ്റോക്സ് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അത് ഏകദേശം പുറത്തുനിന്ന് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യണ പോലെയാണ് അത് കാണിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ ലോഗിൻ ആയിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും സെറോദയുടെ ഐഡിയും പാസ്വേഡൊക്കെ യൂസ് ചെയ്തിട്ട് വീണ്ടും എൻ്റർ ചെയ്യേണ്ടാവുന്നു. അപ്പോൾ അത് ചെയ്തു നോക്കാം. ചിലപ്പോൾ ഗൂഗിൾ വെച്ചിട്ട് കയറാൻ പറ്റാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടോ പല സിസ്റ്റംസിൽ പല പോലെയാണ് കാണുന്നത്. വിൻഡോസിൻ്റെ വേർഷനെ ബേസ് ചെയ്തിട്ടോ എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ബ്രോക്കേഴ്സിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് ഇവിടെ കയറാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രോപ്പറായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇത് ലോഗിൻ ആയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഡീഫോൾട്ടായിട്ട് നിഫ്റ്റിയാണ് കിടക്കുക. ആ നിഫ്റ്റി മാറ്റി ഏതെങ്കിലും സ്റ്റോക്കിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ നോക്കാം. ചിലപ്പോൾ ലോഗിൻ ആയിട്ടൊക്കെ ഇങ്ങനെ കാണും, പക്ഷെ നമുക്ക് ഇത് മാറ്റാൻ പറ്റില്ല. അതായിരുന്നു ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ വേറെ ഏത് പെയറിലേക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ബൈങ്ങിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി തറാക്കിയിട്ട് നമുക്ക് ഇന്ന് സെല്ലിങ് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എന്തായിരുന്നു പറഞ്ഞത്, ഓർഡർ ടൈപ്സ് അല്ലേ. അതിന് മുമ്പ് നമുക്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് പോകാം, അതായത് സ്റ്റോക്ക് ചാർട്ട് അനാലിസിസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുമ്പോൾ 1 ഡേയുടെ ചാർട്ട് എടുത്തിട്ട് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് മുകളിലും താഴെയുമുള്ള ഏരിയാസ് ഒരു ലൈൻ ടൂൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ താഴെ സപ്പോർട്ടും മുകളിൽ റെസിസ്റ്റൻസും അല്ലേ. കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളിലെ മാർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ദിവസത്തെ മാർക്ക് ചെയ്യുന്നതിൽ അർത്ഥമില്ല, കാരണം പ്രൈസ് ഇന്നൊരു ദിവസം കൊണ്ട് ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആണ് സെല് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിന് പ്രസക്തിയുള്ളൂ. അപ്പോൾ മുകളിലത്തെ റെസിസ്റ്റൻസ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നതിൽ അർത്ഥമില്ല. താഴത്തെ റെസിസ്റ്റൻസിലാണ് നമ്മളിന്ന് ട്രേഡ് ആദ്യം എടുക്കാൻ പോവുക അല്ലേ. അത് കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ മാത്രമേ അവിടെ ഓപ്പർച്യൂണിറ്റി ആവശ്യമുള്ളൂ. വേണമെങ്കിൽ നമുക്ക് 1-2 മാർക്ക് ചെയ്യാം, 2 സപ്പോർട്ട് 2 റെസിസ്റ്റൻസ്. അതിനുശേഷം 1 അവറിലേക്ക് വരുന്നു. അപ്പോൾ 1 അവറിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് അത് എപ്പോഴും മനസ്സിൽ വേണം. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ബ്ലാക്ക് ലൈൻ, ഒരു ബ്ലൂ ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെയാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് അല്ലേ, ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ ഈ ലൈൻ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മാനുവലി നമുക്ക് വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ ഇപ്പോൾ പുതിയത് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്കൊരു സോണായിട്ട് വരയ്ക്കാം. അപ്പോൾ അതിന് നമ്മൾ ഓൾറെഡി റെക്റ്റാങ്കിൾ ടൂളാണ് യൂസ് ചെയ്യണത്. ആ റെക്റ്റാങ്കിൾ ടൂള് നമ്മൾ ഈ സെക്കൻഡ് സെക്ഷനിൽ താഴെ കാണാം, ഹൊറിസോണ്ടൽ ലൈൻ. ഈ ഒരു സെക്ഷനിൽ ഷേപ്സിൻ്റെ ഉള്ളിൽ കാണാം. അത് ഓൾറെഡി ഫേവറേറ്റ്സിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫേവറേറ്റ്സ് ബാറിൽ കാണാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ ഫേവറേറ്റ് ബാർ കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഈ ടൂൾ ബോക്സിൽ ഏറ്റവും താഴെ ഒരു നക്ഷത്രം ഉണ്ട്. അത് ഓൺ ചെയ്താൽ മാത്രമേ ഈ ഫേവറേറ്റ് ബാർ കാണാൻ പറ്റുള്ളൂ. ഇത് ഏറ്റവും താഴെ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളൊരു റെക്റ്റാങ്കിൾ എടുത്തു. ആ റെക്റ്റാങ്കിൾ കൊണ്ട് നമ്മൾ റെസിസ്റ്റൻസ് ആണ് വരയ്ക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ 3 റെസിസ്റ്റൻസ് ഒരുമിച്ച് കണക്ട് ചെയ്ത് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സോൺ. അപ്പോൾ ഞാനത് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് റെഡ് കളർ എടുക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതും ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പേരൊക്കെ കൊടുത്ത്, ഫോർ എക്സാമ്പിൾ റെസിസ്റ്റൻസ് എന്നുള്ള പേരൊക്കെ കൊടുത്തിട്ട് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സേവ് ചെയ്ത ടെംപ്ലേറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിൽ റെസിസ്റ്റൻസ് ചൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ സപ്പോർട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് സപ്പോർട്ട് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, റെസിസ്റ്റൻസ് വരയ്ക്കുന്നു. ഇനി ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് നീല ലൈനിലാണ് അല്ലേ. അതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓൾറെഡി നമ്മളത് ലൈനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്നാലും നമുക്ക് ഇത് ഒന്നും കൂടി കോപ്പി പേസ്റ്റ് ചെയ്ത്, അതായത് വളരെ ഷോർട്ടർ ടൈമിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രീൻ കളറാക്കി. ഓക്കെ, ഇതൊന്നും കൂടി നീട്ടി വരച്ചു. പിന്നൊരു ദിവസം മാർക്കറ്റ് ഈ ഒരു സ്പോട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മളൊരു ബുള്ളിഷ് ട്രേഡ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മളൊരു ബെയറിഷ് ട്രേഡ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അല്ലേ. അത് 1 അവറിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഷോർട്ടർ ടൈം ഫ്രെയിമായ 5 മിനിറ്റിലേക്ക് പോകുന്നു. അപ്പോൾ 5 മിനിറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിനു മുമ്പുള്ളതൊന്നും കാണാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 5 മിനിറ്റിൽ വന്നിട്ട്
ഇത് വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പല ലെവൽസുകൾ നമുക്ക് അറിയാൻ പറ്റാതെ പോകും. അല്ല, ഇപ്പം നമുക്കൊരു നല്ല ക്ലാരിറ്റി ഉണ്ട്. എന്താണ് ആ ലൈൻസുകളൊക്കെ. ഇപ്പം ഇനി നമുക്ക് ആ ലൈൻ, ബ്ലൂ ലൈൻ മാച്ച് കളയാം. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ 4 ട്രേഡിംഗ് കോണ്ടെക്സ്റ്റുകളായിട്ട് മനസ്സിൽ കാണാണ്. അതായത് ഒന്ന്, മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ അല്ലേ, അപ്പോൾ നമുക്ക് 480, 402, അപ്പോൾ 23, 402 എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് നമ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ 402 നമുക്ക് കറക്റ്റ് പിൻ പോയിന്റ് ആയിട്ട് 400 എന്നുള്ള തരത്തിൽ മാർക്ക് ചെയ്യാം. 23, 400. അപ്പോൾ പലപ്പോഴും മാർക്കറ്റ് റൗണ്ട് നമ്പർ ബേസ് ചെയ്തിട്ടും മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനതിനെ ഇവിടെ ടെക്സ്റ്റിൽ പോയിട്ട് നമുക്കൊരു പേര് കൊടുക്കാം, റൗണ്ട് നമ്പറിന്. ഞാനത് ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് റൗണ്ട് നമ്പർ ചൂസ് ചെയ്തു, 23, 400. അതുപോലെ തന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ബ്ലൂ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് എന്താണ്, 24,000 അല്ലേ. ഓരോ 1000ൻ്റെ ഗുണിതങ്ങൾ അത്രയും പവർഫുള്ളാണ്, 100ൻ്റെ ഗുണിതങ്ങൾ അത്രയും പവർഫുൾ അല്ല. അപ്പോൾ നമ്മൾ 1000ൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് നമുക്ക് സ്ട്രോങ് റൗണ്ട് നമ്പറിനോ ഓൾ ടൈം റൗണ്ട് നമ്പറിനോ നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, ഇത് ഈ റൗണ്ട് നമ്പർ നമുക്ക് വേണമെങ്കിൽ സ്മോൾ റൗണ്ട് നമ്പർ എന്ന് പേര് കൊടുക്കാം, സ്മോൾ റൗണ്ട് നമ്പർ. ഓക്കെ, ഇത് ബിഗ് റൗണ്ട് നമ്പർ. ഇനി നമ്മൾ നോക്കുന്നത് ഈ കീ ലെവൽസിൽ മാർക്കറ്റ് എത്തിയിട്ട് തിരിയുമ്പോൾ അതിനനുസരിച്ച് ട്രേഡ് എടുക്കാനാണ്. 5 മിനിറ്റിനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ് അല്ലേ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ ആ ട്രെൻഡിൽ പോകുമെന്നുള്ളത് ഇനി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. അപ്പോൾ താഴത്തേക്ക് പോകുമെന്നുള്ളതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ലെവലിൽ വന്നിട്ട് 23,400 എന്ന് പറയുന്ന ലെവലിൽ വന്നിട്ട് മുകളിലേക്ക് തിരിക്കുമ്പോൾ നമ്മൾ ബൈ ചെയ്യും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് 1 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഫോക്കസ് ചെയ്യണതായിരിക്കും നല്ലത് അല്ലേ. അപ്പോൾ 1 മിനിറ്റിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ വളരെ ഫ്യൂരിയസ് ആയിട്ടൊന്ന് താഴത്തേക്ക് വന്നു, അതിനുശേഷം വീണ്ടും താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇതിങ്ങനെ താഴത്തേക്ക് വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആണ് നമ്മൾ ഡിസ്കൗണ്ട് സോണിൽ നിന്ന് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സിനാറിയോ. അപ്പോൾ അതുവരെ ഉണ്ടാക്കിയ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിന്റെ കുറച്ച് താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, 1, 2 നമ്മൾ ടാർഗറ്റ് വെക്കുന്നു അല്ലേ. ഇനി അടുത്ത സിനാറിയോ, മാർക്കറ്റ് ഈ ഒരു സോണിൽ വന്നിട്ട് ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അടുത്തൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ, ഒരു ബെയറിഷ് ആയിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഒരു ഷോർട്ട് പൊസിഷൻ ടൂൾ അല്ലേ, അത് നമ്മൾ ഫേവറേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഷോർട്ട് പൊസിഷൻ ടൂൾ എടുത്തിട്ട് ഇവിടെ വരച്ചിടുന്നു. അപ്പോൾ ഇവിടുന്ന് പുട്ട് വാങ്ങാനുള്ള പ്ലാനാണ്, ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ. അപ്പോൾ ഈ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ വാങ്ങുള്ളൂ എന്ന് തീരുമാനം എടുത്താൽ കുറച്ചും കൂടിയും ബെറ്ററാണ്. പലപ്പോഴും കൺസോൾഡേറ്റ് ചെയ്യണമെന്നില്ല, കൺസോൾഡേറ്റ് ചെയ്യാതെയും താഴേക്ക് പോവാം. അപ്പോൾ നല്ലൊരു സ്ട്രോങ് മൊമെന്റത്തിൽ നല്ലൊരു സപ്പോർട്ടിനെയാണ് നമുക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൈ നോക്കാം. എപ്പോഴും നമ്മൾ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കേണ്ടതാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മളുടെ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ 1 മിനിറ്റിന്റെ ക്യാൻഡില് അതിന്റെ പ്രീവിയസ് ക്യാൻഡിലിന്റെ വിക്കിന് താഴെ ബോഡി ക്ലോസ് ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ. അതായത് താഴേക്ക് ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് 1-2 പ്രാവശ്യം മുകളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അതിനുശേഷം ഇപ്പോൾ 2-3 ലോ ഉണ്ടെങ്കിൽ അതെല്ലാം ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ് നമ്മൾ പുട്ട് വാങ്ങേണ്ടത്. അപ്പോഴാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അത് 2 പ്രാവശ്യം ഇതുപോലെ കൺസോൾഡേറ്റ് ചെയ്താൽ ബെറ്റർ, 3 പ്രാവശ്യമാണെങ്കിൽ ബെസ്റ്റ്. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ചാർട്ട് പാറ്റേൺ ഒക്കെ കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസെൻഡിങ് ട്രയാങ്കിൾ അല്ലേ, ഡിസെൻഡിങ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ, ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലേ, അല്ലെങ്കിൽ അതുപോലുള്ള പാറ്റേൺസ് കിട്ടാറുണ്ട്. വളരെ കോമൺ ആയിട്ട് കാണാറുള്ളത്, ഏറ്റവും അക്യുറസി കൂടുതൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡിസെൻഡിങ് ട്രയാങ്കിൾ ആണ്. അതായത് മാർക്കറ്റ് വന്ന് ഇവിടുന്ന് കുറച്ച് പേര് വാങ്ങി, വീണ്ടും വന്നു, അധികം പേര് വാങ്ങാനുണ്ടായില്ല, അതിനുശേഷം കട്ട് ചെയ്യുക. അല്ലെങ്കിൽ വീണ്ടും കുറച്ച് പേരും കൂടി വാങ്ങി, പക്ഷെ അധികം മുകളിലേക്ക് പോയില്ല, അതിനുശേഷം കട്ട് ചെയ്യുക. ഇതുപോലുള്ള പാറ്റേൺ ഒക്കെ വരാണെങ്കിൽ ബെസ്റ്റ്.
അപ്പം എപ്പോഴും ഓപ്ഷൻ ബൈങ്ങിൽ നമുക്ക് നല്ല മൊമെൻറ്റം വേണം. അപ്പം മൊമെൻറ്റം കിട്ടണമെങ്കിൽ നന്നായിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യണം. അപ്പം എത്രമാത്രം കൺസോൾഡേറ്റ് ചെയ്യുന്നവോ അത്രമാത്രം സ്ട്രോങ് ആയിരിക്കും ബ്രേക്ക് ഔട്ട്. അപ്പം ഇതാണ് നമ്മുടെ ബെയറിഷ് സിനാറിയോ. ഇപ്പം നമ്മൾ ബുള്ളിഷ് സിനാറിയോ വരച്ചു, ബെയറിഷ് സിനാറിയോ വരച്ചു. ഇതുപോലെ തന്നെ ഇത് നേരെ മുകളിലേക്ക് തിരിച്ചിട്ടാൽ മതി 24,000ലേക്ക് വന്നാൽ. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് ഇടയ്ക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം എന്താണ് എവിടെയാണ് ഈ ഒരു റെഡ് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ടൈം ഫ്രെയിം മാറ്റി നമുക്ക് 1 അവറിലേക്ക് ആക്കി നോക്കാം. നമ്മൾ ഈ റെഡ് വരച്ചത് എന്തുകൊണ്ടാണ്? 1, 2, 3 സപ്പോർട്ടുകൾ ഉണ്ട് അല്ലേ? അപ്പോൾ അതിന് മുമ്പും അതുപോലെ ഹിസ്റ്റോറിക്കലി പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ നീട്ടി വരയ്ക്കാം. കണ്ട 1, 2, 3, 4, 5 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൂട്ടിയിടാം. ഇതിൻ്റെ സെറ്റിങ്സിൽ പോയാൽ ഒപ്പാസിറ്റി കുറച്ച് വേണമെങ്കിൽ കൂട്ടിയിടാം. ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എക്സാജറേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 1 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ നിന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം താഴെയുള്ള സപ്പോർട്ടിനേക്കാളും വളരെ സ്ട്രോങ് ആണ് മുകളിലുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ മുകളിലുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത്ര സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് ഹയർ ഹൈ ഹയർ ലോ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പോൾ താഴത്ത് ചെയ്ത പോലെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പ്രീമിയത്തിൽ നിന്ന് വാങ്ങാൻ നിൽക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എത്തിയിട്ട് 5 മിനിറ്റിൽ മാർക്കറ്റ് തിരിയണമെങ്കിൽ ഒരു റിവേഴ്സൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺ കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് പുട്ട് വാങ്ങാം അല്ലേ? അപ്പം ഇതാണ് സിനാരിയോ നമ്പർ 3. അതായത് മുകളിലുള്ള റെസിസ്റ്റൻസിൽ നിന്ന് നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു ബെയറിഷ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി അതുപോലെ ബുള്ളിഷ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. ബുള്ളിഷ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു പാത്ത് ടൂൾ എടുത്തിട്ട്, ഈ പാത്ത് എന്ന് പറയുന്ന ടൂള് ഇതിൽ ഷേപ്സിൽ തന്നെ ഉണ്ട്, പാത്ത് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാം അല്ലേ? അഥവാ മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ ആയിട്ട് മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വീഴുന്നില്ല അല്ലേ? അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തിരിച്ചപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടാവാം, പക്ഷെ മാർക്കറ്റ് എന്തുണ്ടായി? വീണ്ടും കൺസോൾഡേറ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കയറി. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു ട്രേഡ് എടുത്തിട്ട് അതിൽ 1000 രൂപ ലോസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അടുത്തൊരു ട്രേഡ് കോൾ വാങ്ങും. അപ്പോൾ ഇതൊരിക്കലും റിവെഞ്ച് ട്രേഡ് അല്ല. കാരണം എന്താ? ഇത് ആക്ച്വലി ഇത് റിവേഴ്സൽ ട്രേഡ്, ഇത് ബ്രേക്ക് ഔട്ട് ട്രേഡ്. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് എന്താണ് ഉണ്ടാവുന്നത്? ഒരു 1000 രൂപ നമ്മൾ ആദ്യത്തെ ട്രേഡിൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ട്രേഡ് എടുത്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു, ടാർഗറ്റ് 1, 2 വെച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി അല്ലേ? ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യുന്നു, വീണ്ടും സെയിം 1:2 അല്ലേ? അപ്പോൾ നമുക്ക് എന്തുണ്ടാവണത്? ഇവിടെ ഒരു 1000 രൂപ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ 2000 രൂപ കിട്ടുന്നു അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിൽ വേണ്ട കാര്യം, ഒരിക്കലും മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയല്ല. നിഫ്റ്റി എങ്ങനെ പോകുന്നുള്ളത് പ്രീ മാർക്കറ്റ് അനാലിസിസ് രാവിലെ ചെയ്യുന്ന ആരും പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. പല ആൾക്കാരും പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോസ് രാവിലെ 9:15 9:30 ഇടാറുണ്ട് അല്ലേ? മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇടാറുണ്ട്. PR സുന്ദർ പോലുള്ള ആൾക്കാർ. അപ്പോൾ അവർ പോലും നിഫ്റ്റി എങ്ങോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനവും പറയുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും മാർക്കറ്റിനെ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് പോകുന്നതിനനുസരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഓൾറെഡി നമ്മൾ റൗണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഫിബും യൂസ് ചെയ്യാം അല്ലേ? ഫിബ്. അപ്പോൾ ഫിബ് എങ്ങനെ യൂസ് ചെയ്യും? ഞാനിതൊന്ന് ഈ ഡ്രോയിങ്സുകളൊക്കെ ഒന്ന് താൽക്കാലികമായിട്ടൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്കാം. ട്രേഡിംഗ് വ്യൂവിൽ കുറേ ഡ്രോയിങ്സ് ഒരുമിച്ച് നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഈ ഒബ്ജക്റ്റ് ട്രീ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ആദ്യത്തെ ടൂളും ആദ്യത്തെ ഡ്രോയിങ്ങും അവസാനത്തെ ഡ്രോയിങ്ങും സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് അമർത്തി പിടിച്ച് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്യാം. ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പായി. നമുക്ക് വേണമെങ്കിൽ അതിന് പേര് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഹൈഡ് ചെയ്യാം. അപ്പോൾ ആ ഡ്രോയിങ്സ് സെലക്ട് ചെയ്ത ഡ്രോയിങ്സ് എല്ലാം പൊക്കോളും. ഓക്കെ, ഈ ഒരു ഡ്രോയിങ് മാത്രം പോയില്ല, ഇതിനുള്ളിൽ എവിടെയെങ്കിലും മാറിക്കിടക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിച്ച ഫിബ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതും കൂടി നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഫിബ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുക? ഫിബ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യണമെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണെന്ന് നമുക്ക് ഉറപ്പ് വരണം. അതായത് മാർക്കറ്റിൽ ഒരു സെറ്റ് ഓഫ് ഹയർ ഹൈസും ഒരു സെറ്റ് ഓഫ് ലോവർ ഹൈസും ലോവർ ലോസും വേണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് ഒരു ലോവർ ലോ ആണ്. ഈ ലോനെ ബ്രേക്ക് ചെയ്ത് ഇത് ഒരു ലോവർ ലോ ആണ്, ഇതൊരു ലോവർ ഹൈ ആണ് അല്ലേ? ഇതൊരു ലോവർ ഹൈ, ഇതൊരു ലോവർ ലോ അല്ലേ? അപ്പോൾ ഒരു സെറ്റ് ഓഫ് ലോവർ ഹൈസും ലോവർ ലോസും കംപ്ലീറ്റ് ആയാൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാം
അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ വേണമെങ്കിൽ ഒരു പാത്ത് എടുത്ത് വരയ്ക്കാം. മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നു, ഇവിടെ ഒരു ലോ ഉണ്ടാക്കി, കുറച്ച് കയറി, വീണ്ടും തിരിച്ച് താഴേക്ക് വന്നു, ഇവിടെ നിന്ന് വന്നു, അല്ലേ? ഇനി നമുക്ക് ഫിബ് വരയ്ക്കണമെങ്കിൽ, നമ്മളൊരു ട്രെൻഡ് ട്രേഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും മാർക്കറ്റ് പുതിയൊരു ലോ ഉണ്ടാക്കിയതിന് ശേഷം തിരിച്ചു വരണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. മാർക്കറ്റ് ഇങ്ങനെ വന്ന് പുതിയൊരു ലോ ഉണ്ടാക്കിയതിന് ശേഷം തിരിച്ച് കയറുമ്പോൾ ആണ് നമ്മൾ ഫിബ് അളക്കേണ്ടത്. ഫിബ് അളക്കുക എവിടെ നിന്നാണ്? അതിന് മുമ്പ് ഉണ്ടാക്കിയ സ്വിങ് ഹൈയിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോയിലേക്കാണ് നമ്മൾ ഫിബ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ 61 അല്ലെങ്കിൽ 78. അപ്പോൾ ആ ഒരു പോയിന്റിൽ വന്നിട്ട് തിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രേഡാണ് കിട്ടാനുള്ള സാധ്യത. ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ട്രേഡ് എടുക്കാമായിരുന്നു, അല്ലേ? കാരണം എന്താ, ഈ ഒരു ഫോളിൻ്റെ 61-78% ഈ ഒരു ക്യാൻഡിൽ വന്നേക്കുന്നത്, അല്ലേ? ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലുള്ള ക്യാൻഡിൽ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷെ നമ്മളെപ്പോഴും മാർക്കറ്റ് ഓപ്പണിങ്ങിൽ തന്നെ നമ്മൾ ട്രേഡ് എടുക്കാറില്ല. കാരണം നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് മാർക്കറ്റ് വോളറ്റൈലായിട്ട് മുകളിലേക്കും താഴേക്കും പോകാനുള്ള സാധ്യതയുള്ള സമയമാണത്. അപ്പോൾ വലിയ ഫ്ലക്ച്വേഷൻ വരും, സ്പ്രെഡ് കൂടും, അതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആദ്യത്തെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം, എപ്പോഴും ബെസ്റ്റ് 10:15 ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. അതായത് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവണം, മാർക്കറ്റിൽ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ ഒന്ന് മാറി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് തുടങ്ങിയാൽ ബെറ്റർ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക്, അല്ലേ, മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ മിസ്സായേക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഒരു സ്ട്രാറ്റജിയിൽ വീണ്ടും വീണ്ടും ഡൗട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലാസ്സിന് ശേഷം ഇതിൻ്റെ വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങളൊന്നുകൂടി എടുത്ത് നോക്കി നിഫ്റ്റിയിലോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലോ അല്ലെങ്കിൽ ഹൈ വെയിറ്റേജ് ഉള്ള സ്റ്റോക്സുകൾ 2-3 ചൂസ് ചെയ്ത് അതിലൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അനാലിസ് ചെയ്യുന്നത്, എവിടെ കിട്ടിയ ട്രേഡ് എടുക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ നിഫ്റ്റിയിൽ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രേഡ് ഇല്ലെങ്കിൽ ചിലപ്പോൾ റിലയൻസിലോ ഇൻഫോസിസിലോ നോക്കുമ്പോഴായിരിക്കും നല്ലൊരു ട്രേഡ് അടുത്ത് തന്നെ കിട്ടാം. അപ്പോൾ അടുത്തത് നമ്മുടെ ഓർഡർ ടൈപ്സ്, അല്ലേ? ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സ്റ്റിൽ ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സാർ, ഒരു ഡൗട്ട്. ഞാൻ ടാറ്റ സ്റ്റീലിൽ നോക്കിയപ്പോഴേ റൗണ്ട് നമ്പർ സാർ പറഞ്ഞു. അപ്പൊ 210 അതൊരു 3-4 ദിവസം കളിച്ചു. എന്നിട്ട് പെട്ടെന്ന് ഒരു ബൂം ഉണ്ടായി. അത് ന്യൂസ് ബേസ്ഡ് ആണോ അങ്ങനെ ഒരു റേഞ്ചിൽ നിന്നിട്ട് പിന്നെ ഏത് റേഞ്ചിലാണ് നോക്കിയത്? 1 മിനിറ്റ് ആണോ അതോ 1 ഡേ? 1 മിനിറ്റിൽ ഇന്നാണോ? ഇന്നാണോ? 3-4 ഡേയ്സ് മുമ്പ്. അപ്പൊ നമുക്ക് 1 മിനിറ്റിൽ നോക്കുന്നേക്കാളും ഓക്കെ. ഈ ഒരു ടൈമിലാണോ 25-26 ടൈമിൽ ബ്രേക്ക് ഔട്ട് ആണോ? ഓക്കെ, ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണ്. അപ്പൊ ഇത് രണ്ടുമായിരിക്കാം. അതായത് സാധാരണ നിലയ്ക്ക് മാർക്കറ്റ് ഒരു 3 പ്രാവശ്യം, നമ്മളൊരു നല്ല ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ഭൂമിക്ക് സമാന്തരമായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവണം, അല്ലേ? അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3, അല്ലേ? 3 പ്രാവശ്യം. അത് ഒരിക്കലും ഒരു ലൈനിലാവണമെന്നില്ല, ഒരു ഏരിയ, ഒരു സോണിൽ ആയാൽ മതി. അതുപോലെ തന്നെ കയറി വരുന്ന 3 സപ്പോർട്ടുകൾ, അതായത് ഫസ്റ്റ് സപ്പോർട്ട് ഇവിടെ, അല്ലേ? മാർക്കറ്റ് ആദ്യം 210 വന്നിട്ട് ഏകദേശം ഇവിടെ വരെ വീണു, പിന്നെ വീണ്ടും മാർക്കറ്റ് ആ ഒരു റേഞ്ചിലേക്ക് പോയിട്ട് ഇവിടെ വരെ വീണുള്ളൂ, പിന്നെ വീണ്ടും മാർക്കറ്റ് വീണപ്പോൾ ഇവിടെ വരെ വീണുള്ളൂ, അല്ലേ? അപ്പോൾ ഈ 3 എണ്ണം കയറി വരികയാണ്. അപ്പോൾ അതൊരു ലൈനിലാവണമെന്നില്ല, ജസ്റ്റ് കയറി വരുന്നു. അപ്പോൾ ഇതാണ് ഒരു അസെൻഡിങ് ട്രയാങ്കിളിന്റെ ഫോർമുല. 3 ഫ്ലാറ്റ് റെസിസ്റ്റൻസ്, 3 റൈസിങ് സപ്പോർട്ട്, കയറി വരുന്ന സപ്പോർട്ട്, അതിനുശേഷം നല്ലൊരു വലിയൊരു ക്യാൻഡലിൽ, ഒരു ബിഗ് ക്യാൻഡലിൽ ബ്രേക്ക് ചെയ്യുന്നു, അല്ലെ? അപ്പോൾ അത് ഒരു പക്ഷേ 210 ആയതുകൊണ്ടാവാം ഇത് അവിടെ തടയപ്പെടുന്നത്. ഇതാണ് 210, അല്ലെ? അപ്പോൾ ഒരു ചെറിയ പ്രൈസ് ഉള്ള സ്റ്റോക്കുകൾ, ഫോർ എക്സാമ്പിൾ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ടാറ്റ സ്റ്റീൽ പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഓരോ 10ന്റെ ഗുണിതങ്ങളും നമ്മൾ വലിയ നിഫ്റ്റിയിലൊക്കെ 1000ന്റെ ഗുണിതങ്ങൾ പോലെയാണ് മാത്തമാറ്റിക്കലി, അല്ലെ? അപ്പോൾ സാധാരണ നൽകിയ ഒരു ക്ലാസിഫിക്കേഷൻ ഒരു 10 തുടങ്ങി 200 വരെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു 10ന്റെ ഗുണിതങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 200 തുടങ്ങി ഒരു 1500-2000 വരെയുള്ള സ്റ്റോക്കുകളിൽ ഓരോ 100ന്റെ ഗുണിതങ്ങളും കൺസിഡർ ചെയ്യുക. വലിയ വിലയുള്ള സ്റ്റോക്കുകൾ ലൈക്ക് ബോഷ് ലിമിറ്റഡ്, MRF പോലുള്ള സ്റ്റോക്കുകളൊക്കെ ഓരോ 1000ന്റെ ഗുണിതങ്ങൾ. അപ്പോൾ നമ്മുടെ നിഫ്റ്റി 25,000 അല്ലെങ്കിൽ 24,000 അതുപോലുള്ള സ്റ്റോക്കുകളിൽ 1000ന്റെ ഗുണിതങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കാം.
ഓക്കെ. ഓക്കെ. ഇപ്പം നിഫ്റ്റിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ റൗണ്ട് നമ്പേഴ്സ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിഫ്റ്റിയിൽ ഓരോ 100ന്റെ ഗുണിതങ്ങൾക്കും ചെറിയ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നന്നായിരിക്കും. ബാക്കിയുള്ള സ്റ്റോക്കുകളിൽ ചെയ്യുന്നേക്കാൾ നിഫ്റ്റിയിൽ ഓപ്ഷൻസ് സെല്ലിങ് ചെയ്യുന്നവർ ഒരുപാടാണ്. അപ്പം എത്രമാത്രം ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ടോ, അതിൽ എത്രമാത്രം ആൾക്കാർ ഓപ്ഷൻ ബൈയിങ് സെല്ലിങ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം പ്രസക്തി ഉണ്ടായിരിക്കും റൗണ്ട് നമ്പേഴ്സിന്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ നിഫ്റ്റി എഫ്എൻ്റെ സ്റ്റോക്കുകൾ, പുറത്തുള്ള സ്റ്റോക്കുകൾ റൗണ്ട് നമ്പേഴ്സിന് അധികം പ്രസക്തി കാണിക്കാറില്ല. എന്നാൽ നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകൾ റൗണ്ട് നമ്പേഴ്സ് എന്താ പറയുക കൂടുതൽ റെസ്പെക്ട് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ഇനി ഓർഡർ ടൈപ്സുകൾ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്യാനാണെങ്കിൽ ഓർഡർ ടൈപ്സുകൾ, ടൈപ്സ് 4 ടൈപ്സിലാണ് ഓർഡേഴ്സ് ഉള്ളത്. ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ, SL ഓർഡർ, SLM ഓർഡർ. അപ്പോൾ നമ്മളിത് ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഓർഡറാണ് ഇതിൽ ഏറ്റവും കോമൺ അല്ലേ. സാധാരണ നിലയ്ക്ക് സ്വിംഗ് ട്രേഡേഴ്സൊക്കെ ഈ മാർക്കറ്റ് ഓർഡർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള ഓർഡേഴ്സൊക്കെ കോമൺ ആയിട്ടും സ്കാൽപ്പേഴ്സ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിലവിൽ കാണുന്ന പ്രൈസിന് തന്നെ നമുക്ക് ബൈ ചെയ്യും. ഇപ്പോൾ ഇത് ബൈ ആയതുകൊണ്ട് 209 രൂപ 2 പൈസയ്ക്കാണ് ബൈ ആവുക. അപ്പോൾ അവിടെ എത്ര രൂപയ്ക്കാണോ കിട്ടാനുള്ളത് ആ ഒരു പ്രൈസിനാണ് ബൈ ആവുക. അപ്പോൾ നമുക്ക് അതറിയണമെങ്കിൽ ഇവിടെ നമുക്ക് മാർക്കറ്റ് വാച്ചിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം. ഫസ്റ്റ് സ്റ്റോക്കിൽ നിങ്ങളിവിടെ മൗസ് ഒന്ന് ഹോവർ ചെയ്യുന്ന സമയത്ത് ഒരു ചാർട്ടിൻ്റെ പടം ഉണ്ട് അല്ലേ. അത് ആണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചാർട്ട് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് റൈറ്റ് സൈഡിലൊരു പിക്ചർ ഉണ്ട്, അതിനെയാണ് മാർക്കറ്റ് ഡെപ്ത് എന്ന് പറയുക. അപ്പോൾ നമുക്ക് എത്ര പൈസയ്ക്കാണ് ഇപ്പോൾ ഇത് കിട്ടാൻ പോകണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിൽ കൂടിയ വിലയാണ് നമ്മൾ നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്വാണ്ടിറ്റി വാങ്ങുകയാണെങ്കിൽ 209 രൂപ 5 പൈസയ്ക്കാണ് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചാൽ അത് വിറ്റ് പോവുക. പക്ഷെ നമുക്ക് വാങ്ങണമെങ്കിൽ ഇതിൽ രണ്ടിലും കൂടിയ പ്രൈസ് ഏതാണ്? 209 രൂപ 5 പൈസ അല്ലേ. അപ്പോൾ നമ്മളിവിടെ ബൈ ചെയ്താൽ, മാർക്കറ്റ് ഓർഡറിന് ബൈ ചെയ്താൽ അത് ഇവിടെ 209 രൂപ കാണിക്കുന്നുണ്ടെങ്കിലും ആ 209 രൂപ 5 പൈസയ്ക്കായിരിക്കും നമ്മൾ വാങ്ങാം. ഓക്കെ. ഇനി ലിമിറ്റ് ഓർഡറിന് ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഫോർ എക്സാമ്പിൾ 209 രൂപയാണെങ്കിൽ ആ 209 രൂപയ്ക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ലിമിറ്റ് ഓർഡറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഇവിടെ ഇട്ട് വെച്ച സംഖ്യയ്ക്ക് ഒരു പ്രസക്തിയും ഇല്ല. അത് നമ്മൾ ഇത് എടുക്കണ സമയത്ത് എന്താണോ അതാണ് നമുക്ക് കാണാൻ പറ്റുക. അതിനുശേഷം അത് മാറും അല്ലേ, അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ചില സമയത്ത് അപ്ഡേറ്റ് ആവണമെന്നില്ല. പല ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും എടുത്താൽ ചിലപ്പോൾ അപ്ഡേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് ഓർഡറിന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഇവിടേക്ക് ഒരു നോട്ടം നോക്കാം, 209 രൂപ 10 പൈസ. ആ 209 രൂപ 10 പൈസ ഇവിടെ ആണോ നോക്കുക, അതല്ലെങ്കിൽ അത് കറക്റ്റ് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 209 രൂപ 2 പൈസയാണ്, പക്ഷെ ഇവിടെ മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 209 രൂപ 1 പൈസ എന്ന് അടിച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. നമ്മുടെ മാർക്കറ്റ് ഡെപ്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ കാണുന്ന ഈ ആസ്ക് പ്രൈസിനല്ല നമുക്ക് കിട്ടുക. എപ്പോഴാണോ അത് 209 രൂപ 2 പൈസയിലേക്ക് വരുന്നത് അപ്പം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ 209 രൂപ 2 പൈസയ്ക്ക് തന്നെ കിട്ടും. ഒരു പക്ഷേ ഇതാ ഇപ്പോൾ 209 രൂപ 15 പൈസയായി. ഒരിക്കലും അത് 209 രൂപ 2 പൈസയിലേക്ക് വന്നില്ലെങ്കിൽ നമുക്കത് കിട്ടണമെന്നില്ല. ഇപ്പോൾ കണ്ടോ, വീണ്ടും 209 രൂപ 30 പൈസയായി. അപ്പം നമ്മുടെ ഓർഡർ അവിടെ പെൻഡിങ്ങിൽ കിടക്കും. 209 രൂപ 2 പൈസയ്ക്ക് സോംസണിന് വേണം, പക്ഷെ അത് ഇതുവരെ ആരും കൊടുക്കാൻ റെഡിയല്ല. മാർക്കറ്റിൽ നിന്ന് കളിക്കുന്നത് 229 രൂപ 209 രൂപ 23 പൈസ അല്ലെങ്കിൽ 30 പൈസ 18 പൈസ. എപ്പോഴാണോ ആ 2 പൈസയിലേക്ക് വരുന്നത് അപ്പോൾ മാത്രമാണ് ലിമിറ്റ് ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ സ്കാൽപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 200 രൂപയുടെ സ്റ്റോക്കുമ്പോൾ 10 പൈസ പോലും ആ വ്യത്യാസം പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ആയിരിക്കും വാങ്ങുക? പ്രത്യേകിച്ച് ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ 5 ലക്ഷം രൂപയ്ക്കല്ല വാങ്ങുക. 1 ലക്ഷം രൂപ കൊണ്ട് 5 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വാങ്ങുക. അപ്പോൾ 5 ലക്ഷം ഡിവൈഡഡ് ബൈ 200 എത്രയാണ്? 5 ലക്ഷത്തിൽ 2 പൂജ്യം കഴിച്ചു, അപ്പോൾ 500 അല്ലേ, ഡിവൈഡഡ് ബൈ 200. അപ്പോൾ 250 രൂപയുടെ മാറ്റമായിരിക്കും നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ആ ഒരൊറ്റ വ്യത്യാസത്തിൽ വരുന്നത്. മാർക്കറ്റ് ഓർഡറിന് മേടിക്കുന്നത് ലിമിറ്റ് ഓർഡറിനും മേടിക്കുന്നത് തമ്മിൽ ഇവിടെ കാണുമ്പോൾ 10 പൈസയുടെ വ്യത്യാസം ഉള്ളതെന്നുണ്ടെങ്കിലും 1 ലക്ഷം രൂപയ്ക്ക് ടാറ്റ സ്റ്റീൽ നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ വരുന്നത് 250 രൂപയുടെ മാറ്റമായിരിക്കും. അപ്പോൾ എപ്പോഴും സ്കാൽപ്പേഴ്സ് ലിമിറ്റ് ഓർഡറിന് വാങ്ങുന്നതാണ് ബെറ്റർ. ചിലപ്പോൾ മാർക്കറ്റിൽ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ സാധാരണ നിലയ്ക്ക് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇവിടെ കാണുന്ന പ്രൈസിന് അടിച്ചാൽ നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ അതൊരു 20-30 സെക്കൻഡ് കൊണ്ട് കിട്ടാറുണ്ട്. ഓക്കെ, ഒരു 80% കിട്ടാറുണ്ട്. ഒരു 20% ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 209 രൂപ 2 പൈസ എന്നുള്ളതിലേക്ക് എത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി SLL ഓർഡർ, SLM ഓർഡർ,
ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ള ഓർഡർ ടൈപ്സ്. അപ്പോൾ ആദ്യമേ പറയാം, SL ഓർഡർ ജനറലി സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓർഡറാണ്. പക്ഷെ ഇതിൻ്റെ ആക്ച്വൽ പർപ്പസ് അതല്ല, ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതല്ല. SLM ഓർഡർ എന്ന് പറഞ്ഞാൽ നിലവിൽ നിൽക്കുന്ന പ്രൈസിൻ്റെ മേലെ ഒരു പ്രൈസിന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് SLM ഓർഡർ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 209 രൂപ 39 പൈസയ്ക്കാണ് മാർക്കറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 210 രൂപ ക്രോസ് ചെയ്യണ സമയത്ത് വാങ്ങണം അല്ലേ? 210 രൂപ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 210 അടിച്ചിട്ട് ബൈ ചെയ്യാനിടും. ഓക്കെ, അപ്പോൾ ഓർഡർ ഈസ് പെൻഡിങ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴും നമ്മളുടെ എന്താ പറയുക, മാർക്കറ്റ് ഓർഡർ അല്ലാതെ ഇതൊരു പെൻഡിങ് ഓർഡറാണ്. അപ്പോൾ നമ്മളിവിടെ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ഇനി നമുക്കിത് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലേ? ഇപ്പം ഞാനിവിടെ തെറ്റിയിട്ട് ഡെലിവറി ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ഇൻട്രാഡേ ഇടാം. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു, വീണ്ടും ടാറ്റ സ്റ്റീൽ ബൈ ചെയ്തു. 210 വേണം അല്ലേ? പക്ഷേ ആ 210 ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയാൽ മതി അല്ലേ? 210 ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയാൽ മതി, ഇപ്പം വേണ്ട. അപ്പം നിലവിലുള്ള ഒരു പ്രൈസ് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടണ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SLM ഓർഡർ യൂസ് ചെയ്യണത്. ഇനി അതായത് ഒരു ഹയർ പ്രൈസ് അല്ലേ? ഇനി അതേ ഹയർ പ്രൈസിന് ആ പ്രൈസ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വിലയ്ക്ക് കിട്ടണമെങ്കിലാണ് നമ്മൾ SLL ഓർഡർ യൂസ് ചെയ്യണത്. അതായത് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യണത്. SLL എന്ന് എന്നെ എടുത്ത് പറയാറില്ല, നാവുൾക്കും SL എന്ന് തന്നെയാണ് അതിന് പറയാറുള്ളത്. SL ഓർഡർ, SLM ഓർഡർ. അപ്പോൾ ഇതിൽ 2 പ്രൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് ഒരു ട്രിഗർ പ്രൈസും ഒരു ആക്ച്വൽ പ്രൈസും. അതായത് ഒരു ട്രിഗർ പ്രൈസ് എത്തുമ്പോൾ ഫോർ എക്സാമ്പിൾ 210 രൂപ അല്ലേ? ഒരു ട്രിഗർ പ്രൈസ് എത്തുമ്പോൾ നമ്മൾ പറയുന്നു 210 രൂപ 10 പൈസയ്ക്ക് വേണം എന്നുള്ളത്. 210 രൂപ 10 പൈസയ്ക്ക് വേണം എന്നുള്ളത്. അപ്പോൾ 210 എത്തുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു ഓർഡർ ശരിക്കും ആക്ടിവേറ്റ് ആവുള്ളൂ. അത്ര നേരം ഈ ഒരു ഓർഡർ ഡെഡായി കിടക്കണ പോലെയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ എക്സ്ചേഞ്ചിലേക്ക് പോവില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി ഈ ഒരു ഓർഡറിനെ കുറിച്ചും പഠിക്കാൻ. 210 എത്തുന്ന സമയത്ത് ഒരു ഓർഡർ ഒരു കവറിൽ ഇട്ടിട്ട് എക്സ്ചേഞ്ചിലേക്ക് റോക്കറ്റ് പോലെ സെൻഡ് ആവണം. എന്നിട്ട് എക്സ്ചേഞ്ചിൽ പോയിട്ട് പറയണത് ഇപ്പം കിട്ടുന്ന വിലയ്ക്ക് വാങ്ങാനല്ല പറയണത്, നമുക്ക് വേണ്ടത് 210 രൂപ 10 പൈസയ്ക്കാണ്, കിട്ടും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അത്ര നേരം 210 ആവണ വരെ ഈ ഒരു ഓർഡർ നമ്മുടെ ഈ ബ്രോക്കറുടെ പാനലിൽ കിടക്കുന്നതല്ലാതെ എക്സ്ചേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ SLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രൈസ് ഉണ്ടാവുള്ളൂ. SLL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രൈസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ബൈ ചെയ്യണമെങ്കിൽ ട്രിഗർ പ്രൈസ് ആയിരിക്കണം താഴെ. ട്രിഗർ പ്രൈസ് മേലെയും പ്രൈസ് താഴെയുമായാൽ, പ്രൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രൈസ് ആണ്, വാങ്ങേണ്ട വില, അത് താഴെയുമായാൽ ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. റീസൺ, ട്രിഗർ പ്രൈസ് 211 ഗ്രേറ്റർ ദാൻ ലിമിറ്റ് പ്രൈസ് അല്ലേ? അപ്പോൾ നിങ്ങളത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഓ റൈറ്റ്, അപ്പോൾ നമ്മൾ വീണ്ടും ക്ലോസ് ചെയ്തു, വീണ്ടും നമ്മൾ ബൈ ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ട്രിഗർ പ്രൈസ് താഴെ ആയിരിക്കണം അല്ലേ? ആദ്യം ട്രിഗർ പ്രൈസിലാണ് ഹിറ്റ് ചെയ്യുക. അപ്പോൾ 210 ആദ്യം വരണം, അതിനുശേഷം 211 വരണം. ഇനി ബൈ ചെയ്താൽ ഓർഡർ ഈസ് പെൻഡിങ്, അതായത് അത് അവരെടുത്തു, നമ്മൾ ഇട്ടത് കറക്റ്റാണ്. അപ്പോൾ ഞാനിതിവിടെ വീണ്ടും ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് SL ഓർഡറും SLM ഓർഡറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ നിലവിലുള്ള പ്രൈസിൻ്റെ താഴേന്ന് വാങ്ങണമെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡർ ഇടാം. നിലവിലുള്ള പ്രൈസിൻ്റെ മുകളിൽ വാങ്ങുമ്പോൾ നമ്മളൊരു SLM ഓർഡറാണ് സാധാരണ യൂസ് ചെയ്യാറ്. ഇനി SL ഓർഡറും SLL ഓർഡറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ SLM ഓർഡർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിനാണ് ചാടിക്കറി വാങ്ങുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 250 രൂപ സ്പ്രെഡ് അവിടെ വിഷയമാണ് അല്ലേ? മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വാങ്ങുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഏകദേശം ഒരു 250-300 രൂപ നമുക്ക് അവിടെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ എന്തായിരിക്കും? SL ഓർഡർ ഇട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ എന്താണ്, നമ്മൾ 209 രൂപ 30 പൈസ ഇവിടെ കൊടുക്കുന്നു, അതിന് മേലെയുള്ള 40 പൈസ മുകളിൽ കൊടുക്കുന്നു. സാധാരണ നിലയ്ക്ക് 1000 രൂപയുമ്പോൾ ഒരു 30 പൈസയുടെ വ്യത്യാസം ഇട്ടാൽ ആണത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ആവുക. അതായത് 1000 രൂപയുമ്പോൾ 30 പൈസ ഇടാതെ 10 പൈസ ഇട്ടാൽ അത് എക്സിക്യൂട്ട് ആവാതെ മാർക്കറ്റ് ചാടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. മുകളിലേക്ക് പോകുമ്പോൾ ഓൾറെഡി 1000 രൂപ എത്തുമ്പോഴാണ് ഓർഡർ പോണത് അല്ലേ? എക്സ്ചേഞ്ചിലേക്ക് ഓർഡർ പോണത്, എനിക്ക് 1000 രൂപ 10 പൈസയ്ക്ക് വേണം. പക്ഷെ അപ്പോഴേക്കും 1000 രൂപ 20 പൈസ 30 പൈസ എത്തി, അപ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക, 1000 രൂപയാകുമ്പോൾ 30 പൈസ. അങ്ങനെയെങ്കിൽ
300 രൂപ എത്ര പൈസ ആയിരിക്കും? ഏകദേശം ഒരു 10 പൈസ. അപ്പൊ ടാറ്റ സ്റ്റീൽ ഇടുമ്പോൾ എത്ര രൂപ ഗ്യാപ്പ് ഇടണം? 10 പൈസ. സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ മാത്രമല്ല SLM ഇടുന്നത് അല്ലേ? അല്ല, നമുക്ക് മുകളിലുള്ള പ്രൈസ് ക്രോസ് ചെയ്യുമ്പോൾ വാങ്ങാനും SLM ഇടും. അപ്പൊ ഇതിന്റെ സിനാരിയോസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതായത് ഇതുപോലുള്ള ബ്രേക്ക് ഔട്ട് ട്രേഡിന് അല്ലെ, ബ്രേക്ക് ഔട്ട് ട്രേഡിന് നമ്മൾ SL ഓർഡർ ഇട്ടിട്ടാണ് ബൈ ചെയ്യുക. കാരണം നിലവിലുള്ള പ്രൈസിന്റെ മുകളിലേക്ക് ക്രോസ് ചെയ്യുമ്പോഴല്ല വാങ്ങണ്ടേ. അപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡിന് നമ്മൾ SLM ഓർഡർ അല്ലെങ്കിൽ SL ഓർഡർ ഇട്ടിട്ടാണ് ബൈ ചെയ്യുക. ഇനി പുൾ ബാക്ക് ട്രേഡിന് മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ ഉണ്ടാക്കി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കവേ താഴേക്ക് വന്ന് 61% തിരിയണ കണ്ടപ്പോൾ നമ്മൾ ബൈ ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ താഴെയുള്ള ഒരു പ്രൈസിനാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡർ ഇടാം. അതായത് മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, 78 എത്തിയാൽ എനിക്ക് മതി. അപ്പോൾ ആ 78ന്റെ പ്രൈസ് എത്രയാണ് നോക്കുക. 214 രൂപയാണെങ്കിൽ 214 രൂപയ്ക്ക് ലിമിറ്റ് ഓർഡർ ആണ് ഇട്ട് വയ്ക്കുക. അപ്പോൾ 214 എത്തിയാലേ ഇത് ആക്ടിവേറ്റ് ആവുള്ളൂ. ഈ കേസിൽ മുകളിലുള്ള പ്രൈസ് ഇപ്പോൾ ഓൾറെഡി 1000 രൂപയിലും താഴെയാണ് നിൽക്കുന്നത്. 1002 രൂപയിൽ ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ SLM ഓർഡറാണ് യൂസ് ചെയ്യുക. അപ്പോൾ 1002 രൂപയ്ക്ക് കൃത്യം 1002 രൂപയ്ക്ക് തന്നെ വേണമെങ്കിലോ 1000 രൂപ 1001 രൂപ 70 പൈസയ്ക്ക് ട്രിഗർ പ്രൈസും വയ്ക്കും. 1001 രൂപ 70 പൈസ പ്ലസ് 30 പൈസ, അതായത് 1002 രൂപയ്ക്ക് ആക്ച്വൽ പ്രൈസും വയ്ക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ഷൻ വളരെ ഡീപ്പായിട്ട് 2-3 പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ. പലപ്പോഴും നിങ്ങൾ ആരെങ്കിലുമൊക്കെ മിസ്സായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വീണ്ടും ഒരു ക്ലാരിറ്റി കുറവ്. അപ്പോൾ ഇന്ന് പഠിച്ച ഉടനെ തന്നെ പോയിട്ട് നിങ്ങൾ ഒരു ടാറ്റ സ്റ്റീലോ പഞ്ചാബ് നാഷണൽ ബാങ്കോ ഏതെങ്കിലും വില കുറവിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഇത് മനസ്സിൽ കയറുള്ളൂ. അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഇത് മറന്നു പോകും. തിയറി നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചു കഴിഞ്ഞാലോ വീഡിയോ സിനിമ കാണുന്ന പോലെ കണ്ടിരുന്നാൽ 2 ദിവസമാണ് അതിൻ്റെ വാലിഡിറ്റി. പക്ഷെ നേരെ മറിച്ച് നിങ്ങളതൊരു 10 പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്ത് പഠിക്കുക. അതൊരു ദിവസം ആവാം, 2-3 ദിവസം കൊണ്ടാണെങ്കിൽ ബെറ്റർ. 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുക, മനസ്സിലാക്കുക, ഒരു SLM ഓർഡർ ഇട്ട് വെക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ ട്രേഡ് ചെയ്യുക. അത് വെച്ച് ട്രേഡ് ചെയ്താൽ തന്നെയാണ് നമുക്കത് ഫ്ലുവൻ്റ് ആയിട്ട് വരുള്ളൂ, നമ്മുടെ മനസ്സിൽ കയറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് അടുത്ത കുറച്ച് സെക്ഷനിലേക്ക് കാണാൻ പോകുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബൈങ് തറമായിട്ട് ഇപ്പോൾ ഏകദേശം മനസ്സിലായി. അതിലൊന്നും വലിയ ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സെല്ലിംഗ്, അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ബേസിക് ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്തേക്കണതല്ലേ? ഓപ്ഷൻ സെല്ലിങ്ങിന്റെ തിയറി ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കണതല്ലേ? ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ബേസിക് കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ വരാറുണ്ടോ? നിങ്ങൾ ചിന്തിക്കുമ്പോൾ കൺഫ്യൂഷൻസ് വല്ലതും വരാറുണ്ടോ? തറമാണോ ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ആ പെർസ്പെക്റ്റീവ്? അതിൻ്റെ ഒരു തിയറി ബാക്ക്ഗ്രൗണ്ട് ഒരു റിവിഷൻ വേണോ, അതോ നമുക്ക് നേരെ സ്ട്രാറ്റജികളിലേക്കും അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്കും കിടക്കണം? ഓക്കെ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തതാണെന്ന് അറിയാം. എന്നാലും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കാരണം ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ് ഓപ്ഷൻ സെല്ലിംഗ് അല്ലെങ്കിൽ ബൈയിങ് അല്ലെങ്കിൽ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ തന്നെ നിൽക്കാം അല്ലെ. 208 രൂപ അല്ലെങ്കിൽ നമുക്കൊരു 1000 രൂപയുടെ അടുത്തൊരു സ്റ്റോക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എപ്പോഴും നമ്മളൊരു ഓപ്ഷൻ ബൈയിങ് സെല്ലിംഗ് ഒക്കെ നോക്കുമ്പോൾ ഈ സ്റ്റോക്സുകളിൽ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിയൽ ലൈഫായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നൗക്കറി 1005 നിൽക്കുന്ന നൗക്കറി. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് 1006 രൂപയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും അടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് ആണ് ATM അല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ ATM എത്രയായിരിക്കും? 1005 ആണെങ്കിൽ നമുക്ക് 1000 ആവാം, 1010 ആവാം അല്ലേ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ 1000 ആയിട്ട് കാണാം. 1000 ആണ് ATM സ്ട്രൈക്ക് അല്ലേ. ഞാൻ 1000 ഇവിടെ മാർക്ക് ചെയ്തു. ഇതാണ് ATM. അപ്പോൾ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷനാണ് ബൈ ചെയ്യുക? കോൾ ഓപ്ഷനാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇനി സെല്ല് ചെയ്യണമെങ്കിൽ ഏത് ഓപ്ഷനായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുക? നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ അല്ലേ, പുട്ട് ഓപ്ഷനാണ് നമ്മൾ സെല്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യണത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു
ലൈൻ എടുത്ത് ഇവിടെ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ടൊരു ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ നമുക്ക് PE എന്ന് മാർക്ക് ചെയ്യാം അല്ലേ. നമ്മൾ സെല്ലാണ് ചെയ്യുന്നത്. PE 1000 അല്ലേ. പുട്ട് ഓപ്ഷൻ 1000 രൂപയുടെ നമ്മൾ സെല് ചെയ്യാന്ന് വിചാരിക്കും. പുട്ട് ഓപ്ഷൻ 1000 രൂപയുടെ നമ്മൾ സെല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും? ലാഭമായിരിക്കും നഷ്ടമായിരിക്കും? അല്ല, നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണ് നമ്മൾ തുടങ്ങി അല്ലെ. ലാഭമായിരിക്കും അല്ലെ. അപ്പൊ നമ്മള് നഷ്ടമല്ല, ലാഭമാണ്. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്താലാണ് നഷ്ടം വരാം. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചേക്കാണെങ്കിൽ താഴത്തേക്ക് വീണാൽ ലാഭം, മുകളിലേക്ക് പോയാൽ നഷ്ടം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് മുകളിലേക്ക് പോയാൽ ലാഭമായിരിക്കും, താഴത്തേക്ക് പോയാൽ നഷ്ടം. അപ്പൊ അതാണ് അതിന്റെ ബേസിക്. ഇനി അടുത്തൊരു കാര്യം, അപ്പൊ അതെങ്ങനെയാണ് നഷ്ടം വരുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് തറാവാനുണ്ട് അല്ലെ ബേസിക്സ്. അപ്പൊ നമ്മളിത് പല പ്രാവശ്യം നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബൈങ്ങിന്റെ ബേസിക് മറക്കരുത്. അതായത് ഒരു കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് പോയാൽ ലാഭം, കറക്റ്റ് അല്ലേ? CE ബൈ ചെയ്താൽ നമുക്ക് മുകളിലേക്ക് പോകും തോറും ലാഭം കിട്ടുന്നു അല്ലെ. അപ്പൊ താഴത്തേക്ക് പോയാലോ നഷ്ടം വരുന്നു, കോൾ ഓപ്ഷൻ. അപ്പോൾ ഈ കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ മുകളിലേക്ക് പോയാൽ ലാഭം കിട്ടുന്നത് ആക്ച്വലി ആരാണ് നമുക്ക് തരുന്നത്? ബ്രോക്കർ ആണോ, എക്സ്ചേഞ്ച് ആണോ, ഓപ്ഷൻ സെല്ല് ചെയ്തേക്കണ ആളാണോ? സെല്ല്. അപ്പൊ ഓപ്ഷൻ സെല്ലർക്ക് മുകളിലേക്ക് പോയാൽ ലാഭമായിരിക്കും നഷ്ടമായിരിക്കുമോ? നഷ്ടം അല്ലെ. ഓപ്ഷൻ ബയ്യർക്ക് മുകളിലേക്ക് പോയാൽ വൻ ലാഭം കിട്ടും. ആ ലാഭം കൊടുക്കുന്നത് സെല്ലറാണ്. അതായത് കോൾ ഓപ്ഷൻ ബയ്യറുടെ നഷ്ടം, ലാഭം എന്ന് പറയുന്നത് കോൾ ഓപ്ഷൻ സെല്ലറുടെ നഷ്ടമാണ്. അപ്പോൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആള് അല്ലെ, മാർക്കറ്റ് എങ്ങോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? താഴേക്ക് അല്ലെ. മാർക്കറ്റ് താഴേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എങ്ങോട്ടും പോയില്ലെങ്കിലോ, സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്താലോ, മുകളിലേക്കും പോയില്ല താഴത്തേക്കും പോയില്ല, കോൾ ഓപ്ഷൻ ബയ്യർക്ക് ലാഭമായിരിക്കും നഷ്ടമായിരിക്കും? നഷ്ടമായിരിക്കും. ഈ നഷ്ടം ആർക്കാണ് കിട്ടുന്നത് ആക്ച്വലി? സെല്ലർ അല്ലെ, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത ആൾക്കാണ്. അങ്ങനെയെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത ആൾക്ക് മാർക്കറ്റ് താഴേക്ക് പോയാൽ ലാഭം അല്ലെ, സൈഡ് വേസ് ആയിട്ട് പോയാലും ലാഭമല്ലേ? മുകളിലേക്ക് പോകുമ്പോൾ മാത്രമല്ലേ നഷ്ടമുള്ളൂ അല്ലെ. പക്ഷെ വലിയ നഷ്ടം വരും അല്ലെ. കോൾ ഓപ്ഷൻ സെല്ല് ചെയ്താൽ മുകളിലേക്ക് പോയാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ആൾക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെ. അക്കൗണ്ട് വേണമെങ്കിൽ ഡബിൾ ആവാം അല്ലെ. അപ്പൊ ആ നഷ്ടം ആരാണ് കൊടുക്കേണ്ടവരാ? കോൾ ഓപ്ഷൻ സെല്ലറാണ്. അപ്പൊ നമുക്ക് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുടെ പെർസ്പെക്റ്റീവിൽ ഇന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കാം. കോൾ ഓപ്ഷൻ സെല്ല് ചെയ്താൽ മാർക്കറ്റ് അവിടെ തന്നെ നിന്നാലും ലാഭം കിട്ടും. ആ കെട്ടിവെച്ച ബയ്യർ കെട്ടിവെച്ച പ്രീമിയമാണ് കിട്ടുക. താഴത്തേക്ക് പോയാലും അതേ പ്രീമിയം തന്നെയാണ് കിട്ടുക. എസ്പെഷ്യലി ഒരു എക്സ്പയറി ഡേറ്റിനെ ബേസ് ചെയ്ത് നമുക്ക് കാണാം. എക്സ്പയറി ഡേറ്റ് ആവുമ്പോൾ മാർക്കറ്റ് എത്ര താഴത്തേക്ക് വീണാലും ഒരേ ലാഭം തന്നെ കിട്ടുള്ളൂ. മാർക്കറ്റ് അനങ്ങിയില്ല അവിടെ തന്നെ നിന്നാലും അതേ ലാഭം തന്നെയാണ് കിട്ടുക. അതെന്തായിരിക്കും? ആ കെട്ടിവെച്ച പ്രീമിയം. ഈ പോയിന്റിൽ നമ്മൾ ആ ട്രേഡ് എടുക്കുന്ന പോയിന്റിൽ ബയ്യർ നമുക്ക് തന്ന പ്രീമിയം. ഇനി മുകളിലേക്ക് പോയാലോ വൻ നഷ്ടം വരും അല്ലെ. കാരണം എന്താ? കോൾ ഓപ്ഷൻ വാങ്ങിയ ആള് മാർക്കറ്റ് അടിച്ച് മുകളിലേക്ക് കയറിപ്പോയാൽ വലിയ ലാഭം ഉണ്ടാക്കാറുണ്ട്. 2 ടൈംസോ 3 ടൈംസോ ആളുടെ അക്കൗണ്ട് ഗ്രോ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ യൂസ്ഡ് ക്യാപിറ്റൽ ഡബിൾ ചെയ്യാറുണ്ട്. അപ്പൊ ആ നഷ്ടം സെല്ലർക്കാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഇതുകൊണ്ട് സെല്ല് ചെയ്യുമ്പോൾ എല്ലാ സെല്ലേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കോൾ ഓപ്ഷൻ കുറച്ച് മുകളിൽ നിന്ന് വാങ്ങി വെക്കും, ബൈ ചെയ്ത് വെക്കും. ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് കോൾ ഓപ്ഷൻ ഒരു സെല്ലറുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു അല്ലെ.
മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ശക്തമായിട്ടുള്ള ലോസ് വരും. മുകളിൽ നിന്ന് വെക്കുന്നത് ഔട്ട് ഓഫ് ദ മണി അല്ലെ. അപ്പോ ബൈ ചെയ്ത് വെക്കും. അപ്പൊ എന്തുണ്ടാവുക, കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ശക്തമായിട്ട് മുകളിലേക്ക് പോയാൽ ആ ബൈ ചെയ്ത ലെഗില് ആ ട്രേഡില് കോൾ ഓപ്ഷൻ ബയർക്ക് ലാഭം കിട്ടും, സെല്ലർക്ക് ലാഭം കിട്ടും. അപ്പൊ സെല്ല് ചെയ്ത ട്രേഡില് വലിയ നഷ്ടം വരും, പക്ഷെ ബൈ ചെയ്ത ട്രേഡില് കുറെ ലാഭം കിട്ടും അല്ലെ. അപ്പൊ ഈ നഷ്ടവും ഈ ലാഭവുമായിട്ട് ക്യാൻസൽ ഔട്ട് ആയി പോകും. ഫുള്ള് ക്യാൻസൽ ഔട്ട് ആവില്ല, സ്റ്റിൽ കുറച്ച് ലോസ് വരും, പക്ഷെ ആ ലോസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും, കൺട്രോൾഡ് ആയിരിക്കും. ഇങ്ങനെ ഒരു ബൈ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കയറിപ്പോയാൽ, ഫോർ എക്സാമ്പിൾ 1000 നിന്ന് 1100 കയറിപ്പോയാൽ, ലോട്ട് സൈസ് 1000 ആണെന്ന് വിചാരിച്ചു, 1000 രൂപയുള്ള ഒരു സ്റ്റോക്ക് 1000 നിന്ന് 1100 കയറിപ്പോയാൽ ഒരു ക്വാണ്ടിറ്റിയുമ്പോൾ 100 രൂപ വെച്ച് സെല്ലർ ബയ്യർക്ക് കൊടുക്കണം. അങ്ങനെയെങ്കിൽ ലോട്ട് സൈസ് 1000 ആണെങ്കിൽ, അപ്പോൾ സാധാരണ നിലയ്ക്ക് 1000 വിലയുള്ള സ്റ്റോക്കിന്റെ ലോട്ട് സൈസ് 500 ഉള്ളൂ. നമ്മൾ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 1000 എന്ന് പറയണം. അപ്പോൾ ഈ സെല്ലർ ഈ എമൗണ്ട് മൊത്തം ആൾക്ക് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ സാധാരണ നിലയ്ക്ക് ഒരു കോൺട്രാക്ട് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഉള്ളിലായിരിക്കും. അതായത് 1000 രൂപ വിലയുള്ള സ്റ്റോക്കിന്റെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 500-600 ആയിരിക്കും ലോട്ട് സൈസ്. അപ്പൊ 500 നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ. 500 ആണെന്നുണ്ടെങ്കിൽ 500 × 100 കൊടുക്കേണ്ടി വരും. അപ്പൊ വലിയൊരു എമൗണ്ട് അല്ലേ. അപ്പൊ അതില് ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ നമുക്ക് കോൾ ഓപ്ഷൻ സെല്ലർക്ക് ലോസ് ഉള്ളൂ. അതിനുശേഷമുള്ള ലോസും ഈ കോൾ ഓപ്ഷൻ ബൈ ചെയ്തേക്കുന്ന പ്രോഫിറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആവും. ഫോർ എക്സാമ്പിൾ ഒരു 20 രൂപ മേലെയാണ് കോൾ ഓപ്ഷൻ ബൈ ചെയ്തതെന്ന് വിചാരിച്ചു 1020 അല്ലെ. 1020ന്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത് 1020. 1000ന്റെ കോൾ ഓപ്ഷനാണ് സെല് ചെയ്തതെന്ന് വിചാരിച്ചു 1000. ഇനി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. മാർക്കറ്റ് അടിച്ചു കയറി 1100 പോയിന്ന് വിചാരിച്ചു. അത് ഇത്ര ഡിസ്റ്റൻസ് അല്ല, കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ട്, ഞാനിവിടെ വരയ്ക്കുന്നത് മാത്രം അല്ലെ. 1100 പോയിന്ന് വിചാരിച്ചു, അടിച്ചു കയറി 1100 പോയി. അപ്പോൾ എഗ്രിമെന്റ് എങ്ങനെയാണ്? 1000 രൂപയ്ക്ക് ഒരു ലോട്ട് എടുത്തിട്ട് ബയ്യർക്ക് കൊടുത്തോളാം എന്നുള്ളതാണ് സെല്ലറുടെ എഗ്രിമെന്റ്. ഓപ്ഷൻസിന്റെ തിയറി എല്ലാവരുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. കോൾ ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ട് സെല്ലറിൽ നിന്ന് വാങ്ങാനുള്ള അവകാശമുണ്ട്. ഏത് വിലയ്ക്ക്? മാർക്കറ്റ് ആ കോൺട്രാക്ട് നടത്തിയ സമയത്ത് എത്ര രൂപയായിരുന്നു, അതായത് 1000 രൂപ. 1000 രൂപയ്ക്ക് ഒരു ലോട്ട് ചോദിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ചോദിച്ചാൽ സെല്ലർ കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അല്ലെ. അതാണ് ആക്ച്വലി കോൾ ഓപ്ഷന്റെ നിർവചനം. കോൾ ഓപ്ഷൻ ബയ്യർ ഹാസ് എ റൈറ്റ് ടു ബൈ one lot of particular stock from the seller and the seller has the obligation to give it to the buyer. ഇതാണ് മുദ്രക്കടലാസിൽ നമ്മൾ എഴുതി ഒപ്പിടുന്നത്, ബയറും സെല്ലറും. അപ്പോൾ 1100 എത്തിക്കഴിഞ്ഞാൽ ഈ സെല്ലർ ഒരു ലോട്ട് എടുത്തിട്ട് 1000 രൂപയ്ക്ക് ബയർക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ ആക്ച്വലി സെല്ലറും ബയറും കണ്ടുമുട്ടുന്നില്ല, ഇതൊക്കെ നടുവിൽ നിന്നിട്ട് എക്സ്ചേഞ്ച് ആണ് സെറ്റിൽ ചെയ്യണത്. എന്നാലും നമ്മൾ മനസ്സിലാക്കി വെക്കുക, 1000 രൂപയ്ക്ക് 1001 രൂപ വിലയുള്ള നൗക്കറി 1000 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ സെല്ലർക്ക് എത്ര രൂപ ലോസ് വരും? ഒരു ക്വാണ്ടിറ്റിയുമ്പോൾ 100 രൂപ വെച്ച് ലോസ് വരും അല്ലെ. 1100 രൂപയ്ക്ക് വാങ്ങിക്കണം, 1000 രൂപയ്ക്ക് കൊടുക്കണം, അപ്പൊ 100 രൂപയുടെ ലോസ് വരും. ആ ലോസാണ് ബയ്യറുടെ ലാഭം. അപ്പോൾ നമുക്ക് സെല്ലറുടെ സെല്ല് ചെയ്ത ലെഗിൽ നമുക്ക് ഒരു ക്വാണ്ടിറ്റിയുമ്പോൾ 100 രൂപ ലോസ് കാണാം സെല്ല് ട്രേഡിൽ, ഈ ട്രേഡിൽ. ഇനി ബൈ ചെയ്ത് കൊടുത്തോ, അപ്പൊ അതേ സെല്ലർ തന്നെയാണ് മറ്റൊരു കോൺട്രാക്ട്. അപ്പോൾ ഓരോ മുദ്രക്കടലാസുകളായിട്ട് കാണണം, ഒരു രജിസ്റ്റർ ഓഫീസിലെ മുദ്രക്കടലാസുകളായിട്ട് കാണാം. അപ്പോൾ വേറൊരു കോൺട്രാക്ട് പോയി ബൈ ചെയ്തേക്കാണ്, അതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് ബൈ ചെയ്തേക്കുന്നത് കൊണ്ട് ഇതിൽ തമ്മിൽ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും, നേരിയ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ATM ഒരു 50 രൂപ ഉണ്ടെങ്കിൽ OTM 30 രൂപ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തേക്കാണ്. അപ്പൊ ആ കോൾ ഓപ്ഷൻ ബൈ ചെയ്തേക്കുന്നത് 1020 രൂപയ്ക്കാണ്. സ്റ്റിൽ ആ സിനാറിയോയിൽ 1100 എത്തിയപ്പോൾ ആ ബൈ ചെയ്ത ലെഗിൽ എത്ര രൂപ ലാഭം ഉണ്ടാവും? ഇതാണ് ബൈ ചെയ്ത ലെഗ് അല്ലെ. നമുക്കിത് ഇവിടെ നീട്ടി വരയ്ക്കാം. ഇതാണ് ബൈ ചെയ്ത ലെഗ്. ഇവിടെ ലാഭമായിരിക്കോ നഷ്ടമായിരിക്കോ? കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ ആ ബൈ ചെയ്ത ലെഗിൽ
ലാഭമായിരിക്കും നഷ്ടമായിരിക്കുമോ? 80 രൂപ ലാഭമായിരിക്കും അല്ലെ, +80. മനസ്സിലായ? അപ്പൊ സെല്ലറുടെ ലോസ് എങ്ങനെയാണ് ലിമിറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായ? ഇദ്ദേഹം ഇത് ബൈ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ 100 രൂപ ഒരു ക്വാണ്ടിറ്റിയുമേ ലോസ് വന്നേനെ അല്ലെ. പക്ഷെ നേരെ മറിച്ച് ഇദ്ദേഹം ഇത് ബൈ ചെയ്ത് വെച്ച കാരണം കൊണ്ട് 80 രൂപ ബൈ ചെയ്തതിൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഒരിക്കലും 100 രൂപ ലോസ് എന്ന് പറയാൻ പറ്റില്ല, 20 രൂപ ലോസ് വരുള്ളൂ. ഇങ്ങനെ ഇതാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. സെല്ലിംഗ് അല്ല, ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നിലയ്ക്ക് ഈ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെഡ്ജിങ് ആണ്. ആരും മാർക്കറ്റിൽ പോയിട്ട് സെല്ല് മാത്രമായിട്ട് ചെയ്യാറില്ല. നമുക്ക് വേണമെങ്കിൽ ഇൻട്രാഡേ ചെയ്യാം, അല്ലാതെ സെല്ല് മാത്രമായിട്ട് ചെയ്താൽ വലിയ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് ലോസ് വരും. അപ്പൊ മിക്ക ഓപ്ഷൻ സെല്ലേഴ്സും എന്താണ് ചെയ്യുക, സെല്ല് ചെയ്യുന്നതോടുകൂടി ഒരു ഇൻഷുറൻസ് എടുക്കണ പോലെ ഒരു അപകടം വന്നാൽ, വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്നാൽ അൺലിമിറ്റഡ് ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കും. അപ്പൊ ഇതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ഇപ്പൊ നമ്മൾ രണ്ടും കോൾ ഓപ്ഷന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്നു, അതിന് മേലെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മളുടെ ഇത് ചെയ്യുന്ന ആളുടെ വ്യൂ എന്തായിരിക്കും? മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിരിക്കും, താഴത്തേക്ക് പോകുന്നതായിരിക്കും? അല്ല, മുകളിലേക്ക് പോയാലല്ലേ നഷ്ടം വരാം. വലിയ നഷ്ടം, ചെറിയ ലാഭം, അപ്പോൾ നെറ്റ് നഷ്ടം അല്ലെ, താഴത്തേക്ക് പോകുന്നതാണ് അല്ലെ. മുകളിലേക്ക് പോയാൽ ലോസ് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇന്ന് നിഫ്റ്റിയിൽ കണ്ടില്ലേ, നിഫ്റ്റിയിൽ മുകളിൽ റെസിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നത് കണ്ടില്ലേ. അതിന് പകരം ചെയ്യണ പരിപാടിയാണ് എന്ത്? കോൾ ഓപ്ഷൻ സെല് ചെയ്യുകയും ഒപ്പം മറ്റൊരു കോൾ ഓപ്ഷൻ അതിന്റെ മുകളിൽ നിന്ന് ബൈ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡീസന്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടുള്ളൂ, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇതിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട. അഥവാ ഇൻ കേസ് നിങ്ങൾ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ മറന്നുപോയാലും നാളെ വലിയ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ വന്നാലും അവിടെ കാണിച്ചിരിക്കുന്ന, മുൻകൂട്ടി കാണിച്ചിരിക്കുന്ന ആ ലോസ് മാത്രം, നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച റിസ്ക് മാത്രമേ നമുക്ക് വരുള്ളൂ. ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഒരു 10,000 രൂപ 15,000 രൂപ വേണം. ചിലപ്പോൾ 10,000 15,000 നമുക്ക് നാളേക്ക് നഷ്ടം വന്നേക്കാം. പക്ഷെ സെല് ചെയ്യണ കേസിൽ നമുക്കൊരു ഈ 10,000 പകരം ചിലപ്പോൾ ഒരു 30,000 രൂപ വേണ്ട വരും. പക്ഷെ എന്ന് വിചാരിച്ചു ഒരിക്കലും ആ 30,000 രൂപ റിസ്ക് ഇല്ല, 15,000 രൂപ റിസ്ക് ഇല്ല, 10,000 റിസ്ക് ഇല്ല. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. നമുക്ക് സെൻസിബിളിൽ പോയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമുക്ക് വേണമെങ്കിൽ ഒരു 1,500 രൂപ 1,000 രൂപ റേഞ്ചിൽ മാക്സിമം ലോസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ ആ ലോസ് പോലും വരണമെങ്കിൽ വലിയ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വരണം. അതായത് സാധാരണ നിലയ്ക്ക് ഒരു ദിവസം ഒരു 300 400 500 രൂപയുടെ കളി നമുക്ക് കളിക്കാം. ഓപ്ഷൻ ബൈങ്ങിലാണെങ്കിൽ നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 1000 1500 2000 പോകണമെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിൽ നമുക്ക് എത്രയേ പോവുള്ളൂ? ഒരു 300 500 രൂപയെ പോവുള്ളൂ. അപ്പോൾ ഇത് പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്. പല ആൾക്കാരും വിചാരം ഓപ്ഷൻ സെല്ലിങ് തീക്കളിയാണ്, അത് വലിയ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കളിയാണ്, അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ഓപ്ഷൻ സെല്ലിംഗ് ആണ് റിസ്ക് ലിമിറ്റ് ചെയ്തുകൊണ്ട് വളരെ ഡീസെന്റ് ആയിട്ടുള്ള റിട്ടേൺസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കണുള്ളൂ എങ്കിൽ. അപ്പൊ കിട്ടുമ്പോഴും അതുപോലെ തന്നെ കിട്ടുള്ളൂ, ഈ 300 500 രൂപ തന്നെ കിട്ടുള്ളൂ ഒരു ലോട്ടുമ്പോൾ. ക്യാപിറ്റൽ ഇപ്പൊ ബൈ ചെയ്യാനാണെങ്കിൽ 10,000 15,000 വേണ്ട കൊടുത്ത്, സെല് ചെയ്യാനാണെങ്കിൽ ഒരു 30,000 35,000 വേണം. പക്ഷെ ആ 30,000 35,000 വളരെ സേഫ് ആണ്. നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന 1,500 2,000 നമുക്ക് ലോസ് വരുള്ളൂ, മാക്സിമം ലോസ് എങ്ങോട്ട് പോയാലും. അപ്പോ ഈ ഒരു സ്ട്രാറ്റജീനെ സ്പെസിഫൈ ചെയ്യുന്നത് പറയുന്നത് ഇത് നമ്മുടെ വ്യൂ ബെയറിഷ് ആണ് അല്ലെ. അപ്പോൾ ബെയർ കോൾ സ്പ്രെഡ് എന്നാണ് ഇതിനെ പറയാം. അപ്പൊ ഇത് നിങ്ങൾ കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട, അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മളുടെ വ്യൂ എങ്ങോട്ടാണെന്ന് നോക്കുക, താഴ്ത്തിക്കല്ലേ, ബെയറിഷ് അല്ലേ. അപ്പൊ ബെയർ നമ്മൾ ഏത് ഓപ്ഷനാണ് സെല് ചെയ്യണേ ബൈ ചെയ്യണേന്ന് നോക്കുക. കോൾ ഓപ്ഷൻ അല്ലേ, സെല് ചെയ്യുന്നത് കോൾ ഓപ്ഷനാണ്, ബൈ ചെയ്യുന്നതും കോൾ ഓപ്ഷനാണ്. സ്പ്രെഡ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ അതിൽ 2 ലെഗ് ഉണ്ട്, 2 ട്രേഡ് ഉണ്ട്, ഒരു ട്രേഡ് അല്ല 2 ട്രേഡ് ഉണ്ടായിരിക്കും. അതായത് ഹെഡ്ജിങ്. അപ്പോൾ ബുൾ ബെയർ കോൾ സ്പ്രെഡ്, ബെയർ കോൾ സ്പ്രെഡ്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് മനസ്സിലായാൽ നമുക്ക് സെൻസിബിളിൽ പോയിട്ട് ഇത് എങ്ങനെ നിഫ്റ്റിയിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള എക്സാമ്പിൾ കാണാം. നിഫ്റ്റിയിൽ മാത്രമല്ല ഒരു സ്റ്റോക്കിലും കാണാം അല്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
റിസ്ക് റിവാർഡ് നമുക്ക് സ്ട്രൈക്കുകളുടെ അകലം അനുസരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുക. കൂടുതൽ അകലെയാണ് നമ്മൾ ബൈ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലോസ് വരും. കുറവ് വളരെ അടുത്തുള്ള സ്ട്രൈക്കുകളാണ് നമ്മൾ കോൾ ബൈ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ലോസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ സ്ട്രൈക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് റിസ്ക് റിവാർഡും മാറും. അതൊരിക്കലും നമുക്ക് ചാർട്ടിൽ പോയിട്ട് നമുക്ക് എവിടെ ചെയ്താൽ എത്ര വരും എന്നുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ സെൻസിബിൾ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഇറങ്ങിയത്. അപ്പം അതിന് മുമ്പ് വരെ ഈ കാൽക്കുലേഷൻ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. സാധാരണക്കാരുടെ കപ്പ് ഓഫ് ടീ അല്ലായിരുന്നു. മാനുവലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, പക്ഷെ ഭയങ്കര ടഫാണ്. പക്ഷെ സെൻസിബിൾ ഇറങ്ങിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വളരെ ഈസി ആയിട്ട് കൊച്ചു കുട്ടിക്ക് പോലും ഇത് അളന്ന് നോക്കിയിട്ട് എത്ര ലോസ് വരും പ്രോഫിറ്റ് വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബൈ ആദ്യം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ബൈ എപ്പോഴും നമ്മൾ 2 പൊസിഷൻ ഹെഡ്ജ് ചെയ്യുമ്പോൾ സെല്ല് മാത്രം ചെയ്യണമെങ്കിൽ വലിയ ക്യാപിറ്റൽ വേണം. ഫോർ എക്സാമ്പിൾ സ്റ്റോക്കിന്റെ കേസിലൊക്കെ ആണെങ്കിൽ 1.5 ലക്ഷം രൂപയൊക്കെ വേണം. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ലിമിറ്റഡ് ലോസ് ഉള്ളൂ എന്നുള്ളത് എക്സ്ചേഞ്ചിന് അറിയാവുന്നത് കൊണ്ടാണ് അവർ ചെറിയ ക്യാപിറ്റൽ പിടിച്ചു വെക്കുന്നത്. ഈ 35,000 40,000 ഒക്കെ പിടിച്ചു വെക്കുന്നത്. നിഫ്റ്റിയിലാണെങ്കിൽ അത് പിന്നെയും കുറയും. അപ്പോൾ നമുക്കൊരു റിയൽ സ്റ്റോക്കിന്റെ എക്സാമ്പിൾ കാണാം, അതിനുശേഷം പിന്നെ നിഫ്റ്റിയിലേക്ക് വരാം. ഓക്കെ, ഈ നൗക്കറി തന്നെ നമുക്ക് എടുക്കാം. എന്താണ് സെൻസിബിൾ? ഓഫ്ലൈൻ ആവുമ്പോൾ ചിലപ്പോൾ ചില എറേഴ്സ് വരാറുണ്ട്. മാർക്കറ്റ് ടൈമിലാണ് ബെറ്റർ ആയിട്ട് വരാറ്. സാധാരണ നിലയ്ക്ക് അങ്ങനെ വരാറില്ല. മാർക്കറ്റ് ക്ലോസ് ആണെങ്കിലും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ടൈം നമ്മൾ നോക്കുമ്പോൾ മണിക്കൂറുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ആണെങ്കിൽ ഡിഫറൻസ് വരും. അത് എപ്പോഴും ലൈഫ് മാർക്കറ്റിലാണ് ചെയ്ത് നോക്കുന്നത്. അതെ അതെ, മിനിറ്റിൽ വരുന്നില്ല. അത് ഓഫ്ലൈൻ ആയതുകൊണ്ടായിരിക്കും, അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതെ അതെ അതെ, ഓക്കെ. അതെ അതെ. അപ്പോൾ മാക്സിമം നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമ്മളിത് ലൈവ് മാർക്കറ്റിൽ തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഏത് സെൻസിബിളിലാണോ? നോക്കാം, നമുക്ക് തുറന്നെടുത്ത് കാണാം. അപ്പോൾ എവിടെയാണെന്നൊന്ന് പറഞ്ഞാൽ മതി. ഇവിടെ 2 സ്ലൈഡറുകൾ ഉണ്ടല്ലോ, നമുക്ക് എടുത്ത് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ പഠിച്ച സ്ട്രാറ്റജി ഇതിലൊന്ന് ബിൽഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് എത്രയിലാണ്? 1,001 രൂപ അല്ലെങ്കിൽ 1000 രൂപ. അപ്പോൾ അറ്റ് ദ മണി എത്രയായിരിക്കും? 1000. അപ്പോൾ നമുക്ക് നൗക്കറി എന്നുള്ളത് ആദ്യം തന്നെ വേണമെങ്കിൽ ട്രേഡിങ്ങിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാം അല്ലേ. അപ്പോൾ നൗക്കറിയുടെ സ്പോട്ട് പ്രൈസ് എന്നാണ് ഇങ്ങനെ പറയാം അല്ലേ, കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1000 രൂപ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ വ്യൂ ബെയറിഷ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ചാർട്ടിൽ വലിയ ഇമ്പോർട്ടൻസ് നോക്കണ്ട, ഇത് എങ്ങോട്ടെങ്കിലൊക്കെ പോട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം വ്യൂ ബെയറിഷ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബിൽഡ് എ ന്യൂ കസ്റ്റം സ്ട്രാറ്റജി അടിക്കുക. നമ്മൾ കോൾ സൈഡ് എവിടെയാണ്, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ കോൾസ്? ലെഫ്റ്റ് സൈഡിൽ അല്ലേ. ATM നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഈ ബോർഡർ നമ്മൾ NSE ഓപ്ഷൻ ചെയിനിൽ പറഞ്ഞില്ലേ, ഈ ബോർഡർ ആണ് ATM. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ ബോർഡർ നമുക്ക് കാണിച്ചു തരാറില്ല. സാധാരണ നിലയ്ക്ക് ATM ഇവിടെ ഒരു ബ്ലൂ കളർ നോക്കിയാൽ മതി. പക്ഷെ ഇപ്പം നിൽക്കുന്നത് മാർക്കറ്റ് 1,001 ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് ATM അല്ലേ. അപ്പോൾ ATM നമ്മൾ ബൈ ചെയ്യോ സെല് ചെയ്യോ? സെല്ല്, അത് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രൈസ് നിൽക്കുന്നിടത്ത് സെല് ചെയ്യുന്നു. അപ്പോൾ അത് തന്നെ അങ്ങനെ തന്നെ ഇവിടേക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാം, സെല് ചെയ്തു. ഇനി അടുത്തൊരു സ്ട്രൈക്ക് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ബൈ അല്ല ചെയ്യേണ്ടത്, കോൾ ഓപ്ഷൻ തന്നെ അല്ലേ. അപ്പോൾ അത് മുകളിലുള്ള പ്രൈസിനാണോ ചെയ്യുക, താഴെയുള്ള പ്രൈസിനാണോ ചെയ്യുക? ഇതിൽ വലിയ ലോസ് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോൾ ഓപ്ഷൻ തന്നെ വാങ്ങും. അത് മുകളിൽ വാങ്ങും താഴെ വാങ്ങും? മുകളിൽ വാങ്ങും. അപ്പോൾ മുകളിൽ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ചെയിനിൽ നേരെ ഈ സ്ട്രൈക്ക് പ്രൈസുകൾ ഇൻവെർട്ടഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് താഴെയാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. പ്രൈസ് മുകളിലാണ്, ഓപ്ഷൻ ചെയിനിൽ അത് താഴെയാണ് കിടക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൺ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഇതിന് എത്ര രൂപ ചെലവുണ്ട്. അത് ഏറ്റവും മുകളിലുള്ള തൊട്ടടുത്തുള്ള
ഇത് സ്പ്രെഡ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ പ്രോഫിറ്റും ലോസും കൂടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തൊട്ടടുത്തുള്ളത് ആഡ് ചെയ്യുക, അതിനുശേഷം ഇതിനുള്ളിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് കൂടും. നമുക്ക് മാക്സിമം പ്രോഫിറ്റും മാക്സിമം ലോസ് വരാവുന്നതിൻ്റെ ഇമ്പാക്റ്റ് കൂടുന്നു മാത്രം. അപ്പോൾ ബേസിക്കലി തൊട്ടടുത്തുള്ളത് എടുക്കാം. നമ്മൾ ചെയ്തു പഠിക്കുമ്പോൾ ആദ്യം ബിഗിനിങ്ങിൽ ചെയ്ത് പഠിക്കുമ്പോൾ തൊട്ടടുത്തുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ലിവറേജ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈ ലെഗ് അകത്താം. അപ്പം അതായത് സ്പ്രെഡ് ചെയ്യാം. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ കൂട്ടുക അല്ലേ. അപ്പോൾ കണ്ട ഇമ്പാക്റ്റ് കൂടി, മാക്സിമം ലോസും കൂടും മാക്സിമം പ്രോഫിറ്റും കൂടി. ഇത് അടുപ്പിച്ചാലോ മാക്സിമം ലോസും കുറഞ്ഞു മാക്സിമം പ്രോഫിറ്റും കുറഞ്ഞു. അപ്പോൾ എപ്പോഴും ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്ട്രൈക്ക് ചെയ്യുന്നതാണ് ബെറ്റർ. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ട്രൈക്ക് ചെയ്താൽ ഏകദേശം പ്രോഫിറ്റ് വരുമ്പോൾ 3600 രൂപ, ലോസ് വരുമ്പോൾ 3800 രൂപ. പക്ഷേ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ, മാർക്കറ്റ് അവിടെ തന്നെ നിന്നാലും നമുക്ക് പ്രോഫിറ്റ് അല്ലേ. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജിയുടെ പേരെന്താണ്, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഹെഡ്ജിങ് എന്നാണ് പറയാം. ജനറലി ഒരു ബൈ ഒരു സെല്ല് ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് ഹെഡ്ജ് എന്ന് പറയാം. ഈ ഒരു സ്പെസിഫിക് സ്ട്രാറ്റജിയുടെ പേര്, അതായത് നമ്മളുടെ വ്യൂ ബെയറിഷ് ആണ് അല്ലേ, നമ്മൾ കോൾ ഓപ്ഷൻ ആണോ പുട്ട് ഓപ്ഷൻ ആണോ യൂസ് ചെയ്യുന്നത്? കോൾ ഓപ്ഷൻ. രണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ സ്പ്രെഡ് അല്ലേ, എന്താണ്? കറക്റ്റ്, ബെയർ കോൾ സ്പ്രെഡ്. അപ്പോൾ ബേസിക്കലി ഡയറക്ഷണലായിട്ട് രണ്ട് സ്ട്രാറ്റജികളാണുള്ളത്, ബെയർ കോൾ സ്പ്രെഡും ബുൾ പുട്ട് സ്പ്രെഡും. ഇതിന്റെ നേരെ ബുള്ളിഷ് വെർഷനാണ് ബുൾ പുട്ട് സ്പ്രെഡ്. അപ്പോൾ അതിപ്പോൾ കൺഫ്യൂഷൻ ആക്കണ്ട, ഇന്ന് കൺഫ്യൂഷൻ ആക്കണ്ട, നമുക്കത് നാളെ പഠിക്കാം. ഇത് കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ട കാര്യമാണ്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓൺലി ബെയറിഷ് അല്ലേ. അപ്പോൾ നമ്മളിത് ഇതേ കാര്യം തന്നെ നമ്മൾ ഇനി നിഫ്റ്റിയിലും പോയിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ കാണാം. അതായത് ഇത് നമ്മൾ സെല്ല് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക, ബൈ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. നമുക്ക് ആക്ച്വലി 76,000 രൂപ വേണമായിരുന്നു അല്ലേ. നമ്മുടെ മാർജിൻ 62,000 രൂപ യൂസ് ചെയ്യുമായിരുന്നു. അതായത് സെല്ലിങ്ങിന് കൂടുതൽ മാർജിൻ യൂസ് ആവും. പ്രോഫിറ്റ് നമുക്ക് 14,000 രൂപ കിട്ടും. പക്ഷെ ലോസ് നമുക്ക് അൺലിമിറ്റഡ് ആണ് അല്ലേ, അത് എത്ര വേണമെങ്കിലും വന്നേക്കാം. അപ്പോൾ നമ്മളുടെ വ്യൂ ബെയറിഷ് ആണ്. അപ്പോൾ മാർക്കറ്റ് അടിച്ച് കയറി ഏകദേശം ഒരു 10% ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വന്നാൽ അല്ലേ, സാധാരണ നിലയ്ക്ക് സ്റ്റോക്കുകളിൽ ബ്രേക്ക്ഔട്ടുകൾ ഉണ്ടാവാറില്ലേ, എത്ര രൂപ പോയേക്കാം? 10% മുകളിലേക്ക് ഗ്യാപ്പ് അപ്പ് വന്നാൽ 27,000 രൂപ നമുക്ക് നഷ്ടമായേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഇത് 1001 രൂപയിലിടാം. 1001 രൂപയിലിട്ടു. ഇനി ബൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് മാറ്റം സംഭവിക്കുന്നത്. ഒന്ന്, നമ്മളുടെ ക്യാപിറ്റൽ വളരെയധികം കുറഞ്ഞു. ഫണ്ട് 65,000-നും 72,000-നും വരെ 32,000 ആയി. നമ്മൾ നോക്കേണ്ടത് മാർജിനാണ് അല്ലേ. ഈ ഒരു ട്രേഡിൽ യൂസ് ചെയ്യണ മാർജിൻ വളരെയധികം കുറഞ്ഞു. എത്രയായിരുന്നു? 62,000-ന് പകരം 17,000 ആയി. അതായത് എത്രയിലൊന്നായി? ഏകദേശം 4-1 അല്ലേ. അത് ഓരോ സ്റ്റോക്കുകൾക്കും ഓരോ എക്സ്പയറിക്ക് അനുസരിച്ചും നിഫ്റ്റിയിലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇവിടെ തന്നെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലുപരി നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് ആയി, ഡിഫൈൻഡ് ആയി. നമ്മളൊരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാക്സിമം വരാവുന്ന ലോസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. മീൻസ് ഇതിപ്പോൾ സ്വിങ് ട്രേഡ് ആണെങ്കിൽ പോലും അല്ലേ. ഇനി നമുക്ക് ഇതിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് നോക്കാം. അപ്പോൾ എന്നാണ് എക്സ്പയറി? ഇവിടെ നമുക്ക് കാണാം 30 ജൂൺ അല്ലേ. 30 ജൂണിലാണ് എക്സ്പയറി. അപ്പോൾ ഇഷ്ടംപോലെ ടൈമുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ നൗക്കറി ഏകദേശം എത്ര മൂവ്മെന്റ് ഉണ്ടാക്കാം? ഇപ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നൗക്കറി ഇതിപ്പോൾ ഒരു ഡെയിലി ചാർട്ടാക്കി. അപ്പോൾ ഏകദേശം ഒരു മുകളിലേക്ക് താഴ്ത്തേക്ക് വീഴാണെങ്കിൽ ഏകദേശം ഒരു മാസം കൊണ്ട് എത്ര താഴ്ത്തേക്ക് വീഴാന്നുള്ളത് ഇതുപോലെ നീറ്റ് ആയിട്ടുള്ള ഒരു ഫോൾ അളന്ന് നോക്കിയാൽ അറിയാം. 20 വർക്കിംഗ് ഡേയ്സ്, 14 ബാർ. അപ്പോൾ 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര പോയിന്റ് വീണേക്കാം? 19% ഇവിടെ ഫോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഡീസൻറ്റ് ഫോൾ ഇവിടുന്ന് താഴ്ത്തേക്ക് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റ് താഴ്ത്തേക്ക് അല്ല ഇതിന് പോകുന്നത് മുകളിലേക്കാണെന്ന് അറിയാം, പക്ഷെ അപ്രോക്സിമേറ്റ്ലി ഒരു മാസം കൊണ്ട് 20% ഫോള് വരെ വന്നേക്കാം നൗക്കറിയിൽ. അപ്പോൾ നമുക്കൊരു 10% ഫോള് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 20% ഫോള് വരികയാണെങ്കിൽ പോലും എത്ര ലോസ് ഉണ്ടാവുള്ളൂ? ആ 3,800 ലോസ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ഒരിക്കലും അത് സാധാരണ നിലയ്ക്ക് അത്ര ദിവസം നമ്മളിതിനെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കും, ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ
ഇതാണ് നമ്മളുടെ പൊസിഷൻ എന്ന് വിചാരിച്ചു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഓൾ ടൈം ഹൈക്ക് ഈ ഹൈക്ക് മേലെയാണ്, നമ്മുടെ ടാർഗറ്റ് ഈ സപ്പോർട്ടിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എത്ര ലോസ് വരുമെന്ന് അറിയണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു, 1047 എത്തുന്നു. അപ്പോൾ അത് മാത്രം ഇവിടെ അളന്ന് നോക്കിയാൽ മതി. അതായത് 1047 മാർക്കറ്റ് എത്തുന്നു. എത്ര ദിവസം കൊണ്ടാണ്? 3 ദിവസം കൊണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. 1, 2, 3 ജൂൺ 3-ാം തീയതി, അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട്, എപ്പോഴാണോ നമ്മുടെ ഏകദേശം എത്തുന്ന അപ്രോക്സിമേഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എത്തുന്നതിനനുസരിച്ച് സ്ലൈറ്റ് ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ലോസിൽ. അപ്പോൾ ഇവിടെ പ്രൊജക്റ്റഡ് ലോസ് കാണാം. എത്രയാണ്? 1500 രൂപ. ഒരു ദിവസം ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാലോ 1500 തന്നെ. ഒരു ദിവസം ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാലോ 1400. അപ്പോൾ ഒരു 3-5 ദിവസങ്ങൾ കൊണ്ട് അപ്രോക്സിമേറ്റ്ലി മാർക്കറ്റ് ആ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ, ഒരു സ്വിംഗ് ട്രേഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അല്ലേ? സാധാരണ നിലയ്ക്ക് നമ്മൾ സ്വിംഗ് ട്രേഡ് 1 hour ചാർട്ടിലൊക്കെ ചെയ്താൽ ഒരു 3-4 ദിവസം. അപ്പോൾ അത് എത്ര ദിവസം എടുക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ മുകളിലേക്ക് പോണത് ഇതുപോലെ പോയി മുകളിലേക്ക് പോവുകയാണെങ്കിൽ എത്ര ശതമാനമാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്? 5% സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇതുപോലെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 5% ഒരു ദിവസം കൊണ്ട് തന്നെ എത്തിയേക്കാം അല്ലേ? ഇനി കുറച്ച് സ്ലോവിൽ മുകളിലേക്ക് പോവുകയാണെങ്കിലോ, ഇതുപോലെ മുകളിലേക്ക് പോവുകയാണെങ്കിലോ 5% ചിലപ്പോൾ ഒരു 3 ദിവസമൊക്കെ എടുത്തേക്കാം. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു 3 ദിവസം 4 ദിവസമൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ, ടാർഗറ്റ് അടിക്കാൻ അതിനേക്കാളും കൂടുതൽ എടുക്കും. കാരണം 1:1.6 അല്ലേ? അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ 3 ദിവസം എടുക്കണമെങ്കിൽ ടാർഗറ്റ് ദിവസം അടിക്കാൻ ഏകദേശം ഒരു 5 ദിവസം എടുക്കും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആ കൂടി റിസ്ക് വരുന്നത് സാധാരണ നിലയ്ക്ക് 1500 രൂപയുള്ളൂ. ഇവിടെ കാണിക്കുന്ന 3800 പോലും ഇല്ല. ഇനി പ്രോഫിറ്റ് കിട്ടുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ പ്രോഫിറ്റ് സോൺ എവിടെയാണ്? 922. ഒരു 5 ദിവസം കൊണ്ട്, കുറച്ചും കൂടി നേരം കൂടുതൽ വേണ്ട ഇവിടേക്ക് എത്തണമെങ്കിൽ. 5 ദിവസം കൊണ്ട് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 ദിവസം കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ എത്രയാക്കി? 922 അടിച്ചു കൊടുത്തു, ടൈപ്പ് ചെയ്തു 922. 2500 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 1500 രൂപ നമുക്ക് ലോസ് വരും. ഏകദേശം ഒരു 3 ദിവസം കൊണ്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ, ഒരു 5 ദിവസം കൊണ്ട് ടാർഗറ്റിലേക്ക് എത്തിയാൽ, 2 ദിവസം നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുന്നത് ടാർഗറ്റ് വലുതായതുകൊണ്ടാണ്. ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ 2500 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് സാധാരണ നിലയ്ക്ക് ഈ ഒരു ട്രേഡിൻ്റെ റിസ്ക് ഉള്ളത്. ഇനി മാക്സിമം ഈ സ്റ്റോക്ക് എത്ര ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഫോളും റൈസും വന്നാലും നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. നൗക്കറി സ്വിംഗ് ട്രേഡ് ചെയ്താൽ പോലും ഇത്ര ലോസിൽ നമുക്ക്, ഈ പൈസയ്ക്ക് സ്വിംഗ് ട്രേഡ് ചെയ്താൽ പോലും ഇത്ര ലോസിൽ നമുക്ക് നിൽക്കണമെന്നില്ല അല്ലേ? അപ്പോൾ ഒരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിനേക്കാളും സേഫാണ്. അപ്പോൾ ആ സേഫിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് ആണെന്നുള്ളതാണ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ എക്സാമ്പിൾ കാണാം. സെയിം പരിപാടി നമ്മൾ നിഫ്റ്റിയിൽ ചെയ്താൽ കുറച്ചും കൂടിയും ക്യാപിറ്റൽ കുറവ് മതി. എന്തോ റൈറ്റ് സൈഡ് ടോപ്പിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നിഫ്റ്റിയുടെ കേസിൽ കാണാം. ഇപ്പം നിഫ്റ്റി നമുക്ക് ഇതേ സ്ട്രാറ്റജി തന്നെ നിഫ്റ്റിയിൽ ചെയ്താൽ, നമ്മൾ ഇന്ന് അനലൈസ് ചെയ്ത പോലെ മുകളിലേക്ക് പോയി ആ ഒരു റെസിസ്റ്റൻസിലെത്തിയിട്ട് തിരിക്കുന്നത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യും. ഇവിടെ നോക്കിയാൽ കാണാം 581 ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ എത്രയാണ്? 600 നമ്മുടെ സെല്ല് ചെയ്യേണ്ട പ്രൈസ് അല്ലേ? തൊട്ടടുത്തുള്ള സ്ട്രൈക്ക് നമുക്ക് ബൈ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ താഴെ അല്ലേ? ഇവിടെ ഒരു സെല്ലും ഇവിടെ ഒരു ബൈയും ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇവിടെ മാർജിൻ കണ്ടോ? എത്ര ഫണ്ട് വേണം, എത്ര മാർജിൻ വേണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡിന് യൂസ് ആവാൻ പോകുന്ന മാർജിൻ 32,000 രൂപയാണ്. ഓക്കെ. പക്ഷെ നമ്മളുടെ ക്യാപിറ്റൽ, നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ 60,177 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആവുള്ളൂ. 32,000 രൂപയാണ് ഇതിന് യൂസ് ആവുക. അപ്പോൾ ഇതിൽ മാക്സിമം വരാവുന്ന ലോസ് 1310 രൂപയാണുള്ളത്. അപ്പോൾ നിഫ്റ്റിയിൽ ഓപ്ഷൻ ബൈയിങ് നമ്മൾ തൊട്ടാൽ 500 രൂപ പോകും അല്ലേ? അല്ലെങ്കിൽ 1000 രൂപ പോകും. പക്ഷെ ഇതിൽ എങ്ങോട്ട് പോയാലും 1300 രൂപയെ നമുക്ക് ലോസ് വരാനുള്ളൂ. അപ്പോൾ ഇത് കുറച്ചുകൂടി സ്വിംഗ് ട്രേഡും പെർസ്പെക്റ്റീവിൽ നമുക്ക് എടുക്കാം. മനസ്സിലായോ? ഇന്ന് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നില്ല, നമുക്ക് ടെൻഷനില്ല. മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോയോ നമുക്ക് വിഷയമല്ല, നമുക്ക് ആ പ്രോഫിറ്റ് തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ ഇനി ഇത് ഇത്രയും ക്യാപിറ്റൽ വരാൻ കാരണം നമ്മൾ ഫാർ നിഫ്റ്റിയാണ് നമ്മൾ ചെയ്തത്. നമുക്ക് എന്താണ് ഈ അടുത്ത മാസത്തെ 2-ാം തീയതി ജൂൺ അല്ലേ? നാളത്തെ എക്സ്പയർ ചെയ്യണമെങ്കിലോ രണ്ടും മാറ്റി 2-ാം തീയതി ജൂൺ ആക്കാം അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട്സ് നീട്ടിട്ട് വളരെ കുറവ് മതി. നമ്മുടെ പ്രോഫിറ്റും ലോസും ഇവിടെ കാണാം, പ്രീഡിറ്റർമിൻഡ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക്
ഇത് ഒരു ദിവസം കൊണ്ട് നാളെ 3:30 ആകുമ്പോഴേക്കാണ് ഇത്ര ലോസ് വരാം. നമുക്കിനി അത് അത്രയും ലോസ് പറ്റില്ല എന്നുണ്ടെങ്കിലോ നമുക്ക് അടുത്ത മാസത്തെ എക്സ്പയറി ഇട്ടാൽ മതി, അടുത്ത ആഴ്ചയിൽ എക്സ്പയറി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ലോസ് എന്ന് പറയുന്നത് ഒരാഴ്ചയും 2 ദിവസവും ഉണ്ട്. അപ്പോൾ പയ്യാണ് മാർക്കറ്റിൽ അക്കൗണ്ടിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഒരു 2-ാം തീയതി 3-ാം തീയതി ബുധനാഴ്ച ആകുമ്പോഴേക്കും ഒരു 1% കയറി എന്ന് വിചാരിച്ചു, നമുക്ക് 708 രൂപയെ ലോസ് വരുള്ളൂ. മറക്കരുത്, നമ്മളുടെ വ്യൂ ബെയറിഷ് ആണ്. താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടണം അല്ലേ. ഇനി 1% ഇറങ്ങിയാലോ 615 രൂപ നമുക്ക് പ്രോഫിറ്റ്. ഇനി ആ 1% പെട്ടെന്ന് ഇറങ്ങിയാലോ, നമ്മൾ ഇൻട്രാഡേ അല്ല ചെയ്യുന്നത്, അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയാലോ ഇന്ന് തന്നെ മൺഡേ 3:30 ഇന്ന് തന്നെ ഇറങ്ങിയാൽ 483 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. ഇനി 1% കയറിപ്പോയാലോ ഒരു ദിവസമായുള്ളൂ അല്ലേ, 599 രൂപയായിരിക്കും നമുക്ക് ലോസ് വരാം. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ വളരെ സേഫായിട്ട് നമുക്കൊരു 500 രൂപ റിസ്കിൽ ഇത് ചെയ്യാം. നമ്മൾ ഇട്ടിട്ട് പോയി വേറെ ഫംഗ്ഷന് പോയി ഇതൊന്നും വിഷയമല്ല. മാക്സിമം ലോസ് ആ ഒരു ദിവസം കൊണ്ട് മാക്സിമം വരാവുന്നത് അത്രയാണ്. ഒരു ദിവസം 2% കയറിയാൽ 1000 രൂപ വരും അല്ലേ. അപ്പോൾ സാധാരണ നിലയ്ക്ക് നിഫ്റ്റി മൂവ് ചെയ്യുക ബിലോ 1% ആണ് ഒരു ദിവസം. ഇനി 3% എന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് കയറി പോകാന്നുള്ളതാണ് അല്ലേ. ഒരു ദിവസം കൊണ്ട് 3% സാധാരണ നിലയ്ക്ക് ഉണ്ടാവാറില്ല. അത് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും കൂട്ടിയിട്ടൊക്കെയാണ് ഉണ്ടാവാറുള്ളൂ. അത്ര വലിയൊരു മൂവ്മെന്റ് ഉണ്ടായാലും നമുക്ക് 1300 രൂപ ലോസ് വരാനുള്ളൂ. അപ്പം എങ്ങനെ പോയാലും നമ്മൾ വളരെ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 1% റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. നമ്മളുടെ മൊത്തം ക്യാപിറ്റലിന്റെ 1%-ഓ 2%-ഓ ആണ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് റിസ്ക് എടുക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ വളരെ കുറച്ച് റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ച് ക്യാപിറ്റൽ വേണം. അതായത് നമുക്കൊരു 19,000 രൂപയെങ്കിലും നമ്മളുടെ അക്കൗണ്ടിൽ വേണം. ഓപ്ഷൻ ബൈയും ചെയ്യാൻ ആ കൂടി 10,000, 15,000 അല്ലെങ്കിൽ 5,000 ചെയ്യാം. OTM ഒക്കെ ചെയ്യുകയാണെങ്കിൽ 5,000, 3,000 ചെയ്യാം. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചൊരു ഡീസൻറ്റ് ഫണ്ട് മിനിമം ഒരു 50,000 റുപ്പീസ് നമ്മൾ മനസ്സിൽ കാണണം എന്നുള്ളതാണ്. സാർ ബൈയിങ്ങിന് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് പോലെ തന്നെ സെല്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യും അല്ലേ? സെല്ലിങ്ങിന് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഒരു അലേർട്ട് ആയിട്ടാണ് അതിൽ വെക്കുക സെല്ല് ചെയ്യുമ്പോൾ. അല്ലാതെ ഒരിക്കലും നമ്മൾ സ്ട്രൈക്കിലല്ല കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രൈസ് നമ്മൾ പറഞ്ഞു ഈ ഒരു റെസിസ്റ്റൻസിൽ കിട്ടിയാൽ നമുക്ക് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ റെസിസ്റ്റൻസിൽ നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ചാർട്ടിലൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും അല്ലേ. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ. ടാർഗറ്റ് 1-2. അപ്പോൾ ഏകദേശം എത്ര പോയിന്റ് അകലെയായിരിക്കും? ഒരു 100 പോയിന്റ് അകലേക്ക് ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ കയറി അല്ലേ. ഇവിടെ ഏകദേശം ഒരു ക്യാൻഡിലിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ബെയറിഷ് എൻഗൾഫിങ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അത് വരിക അല്ലേ, ബെയറിഷ് എൻഗൾഫിങ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ 5 മിനിറ്റിലാണ് നോക്കേണ്ടത് സ്കാൽപ്പേഴ്സ്. ഇവിടെ നമ്മൾ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നതിന് പകരം ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മേലെ വെക്കുന്നു. അപ്പോൾ എത്ര സ്റ്റോപ്പ് ലോസ് ഉണ്ട്? 90 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് 90 പോയിന്റ് അകലെ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഇത് 0-ൽ ഇട്ടിട്ട് എത്രയാണ്? 35.91. അതേ പ്ലസ് 90 എത്രയാ? 36.80 അല്ലേ. 36.80 അല്ലേ. ഇതിൻ്റെ പ്ലസ് ഇപ്പം പ്രൈസ് നിൽക്കുന്നതിന് 90 രൂപ മേലെ, 90 പോയിന്റ് മേലെ. എത്ര രൂപ ലോസ് വരുന്നുണ്ട്? 294 രൂപ ലോസ് വരുന്നുള്ളൂ. എപ്പോൾ? ജൂൺ 1-ാം തീയതി, അതായത് ഇന്ന് 3:30. ഇന്നൊരു ഫുൾ ഡേ നമ്മൾ ഇത് കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോപ്പ് ലോസിൽ എത്തുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു 300 രൂപയിൽ നമുക്ക് ലോസ് ലിമിറ്റ് ചെയ്യാം. ഇനി 680 എത്രയായിരുന്നു? 587 ആണ് ഇപ്പോഴത്തെ പ്രൈസ് അല്ലേ. 587. അപ്പം 587 അല്ലെങ്കിൽ 590 നിന്ന് താഴേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി എത്രയാണ്? 180 പോയിന്റ്. 587 താഴത്തേക്ക് വരാണെങ്കിൽ 180 പോയിന്റ് താഴത്തേക്ക് വരാണെങ്കിൽ 587 മൈനസ് 180 എത്രയാണ്? 407 വരാണെങ്കിൽ, അതായത് നമ്മുടെ 1:2 റിസ്റ്റ് റിവാർഡ് അടിച്ചാൽ 407 വരികയാണെങ്കിൽ നമുക്ക് 438 രൂപയാണ് പ്രോഫിറ്റ് കിട്ടും.
ഓപ്ഷൻ ബയേഴ്സിന്റെ പോലെ അക്കൗണ്ട് ഡബിളിംഗ് ഒന്നുമില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് 1000 രൂപ 2000 രൂപ പ്രോഫിറ്റും കിട്ടുമെന്ന് വിചാരിക്കണ്ട, പെട്ടെന്ന് 1000 രൂപ 2000 രൂപ ഒന്നും വിചാരിക്കണ്ട. എല്ലാം 200 രൂപ 300 രൂപ 400 രൂപയുടെ കളികളുള്ളൂ. സെല്ലേഴ്സ് ഹെഡ്ജിങ് ചെയ്യുന്ന കാരണം കൊണ്ട് വേറെ SL വെക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. നമുക്ക് ചാർട്ടിൽ നമ്മുടെ മനസ്സിൽ ഒരു SL ഉണ്ടാവണം. ആ SL നമ്മളൊരു അലേർട്ടായിട്ട് ട്രേഡിംഗ് വ്യൂവിൽ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ ഏതാണ് ഫസ്റ്റ് സ്റ്റോക്കിലോ സെറോദയിലോ വെക്കുക. ആ ബെല്ലടിക്കുമ്പോൾ നമ്മൾ ഇതങ്ങനെ തന്നെ 2 പൊസിഷനും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന പ്രീഡിറ്റർമിൻഡ് ലോസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഒരു ലോട്ടിന് പകരം 400 രൂപ പോരാ, കിട്ടുമ്പോൾ 800 രൂപ കിട്ടണം, പോകുമ്പോൾ 500 പൊക്കോട്ടെ, എങ്ങനെയാണെങ്കിൽ 2 ലോട്ട് എടുത്ത് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ക്യാപിറ്റൽ കൂടുതൽ വേണം എന്നതാണ്. ഇപ്പോൾ സെല്ലിങ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? F&O സ്റ്റോക്സുകളെല്ലാം ചെയ്യാം. അപ്പം എപ്പോഴും നമുക്ക് നിഫ്റ്റിയിലാണ് ഇത് കൂടുതൽ ആൾക്കാരും ചെയ്യാറ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിൽ ചെയ്യുമ്പോൾ സ്പ്രെഡ് കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് സ്റ്റോക്സിനേക്കാളും കൂടുതൽ നിഫ്റ്റിയിലാണ് ചെയ്യാറ്. സ്റ്റോക്സുകളിൽ വേണമെങ്കിൽ നമുക്കൊരു സ്വിംഗ് ആയിട്ട് ചെയ്യാം. ഒരു മന്ത്ലി എക്സ്പയറി ആണല്ലോ, അപ്പോൾ ഒരു 1-2 ആഴ്ചയിലേക്കുള്ള ട്രേഡ് ഉണ്ടല്ലോ, അതൊരു സ്വിംഗ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നാളെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് സ്വിംഗ് ട്രേഡിങ്ങിന്റെ പെർസ്പെക്റ്റീവിൽ കാണാം. ഈ ഒരു ബെയർ കോൾ സ്പ്രെഡ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ബെയർ കോൾ സ്പ്രെഡിന്റെ ഓപ്പോസിറ്റ് വെർഷൻ. നമ്മളൊരു കോൾ ഓപ്ഷൻ വാങ്ങുന്നതിന് പകരം നമ്മൾ ഏതായിരിക്കും ചെയ്യാൻ പറ്റുക? ആ സ്ട്രാറ്റജിയുടെ പേരെന്തായിരിക്കും? കറക്റ്റ് ബുൾ പുട്ട് സ്പ്രെഡ്. അപ്പൊ നമുക്ക് നാളെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അല്ലെ. അപ്പൊ ഇതൊരെണ്ണം നിങ്ങൾ പഠിക്കുമ്പോൾ അത് തന്നെ നിങ്ങൾ പോയിട്ട് സെൻസിബിളിൽ പോയിട്ടൊന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നാളെ നമ്മൾ വീണ്ടും ബുൾ പുട്ട് സ്പ്രെഡ് പഠിക്കുമ്പോൾ ഒക്കെ കൂടി കൺഫ്യൂഷൻ ആവും. പഠിക്കുന്നത് കറക്റ്റായിട്ട് നന്നായിട്ട് റിവൈസ് ചെയ്തൊരു 3 പ്രാവശ്യം 2-3 സ്റ്റോക്കുകളിൽ ഒരു ഇൻഡെക്സിലൊക്കെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, റിലയൻസ് അങ്ങനെ ഒരു 3 എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. എന്നിട്ട് സമയം ഇത്ര കടന്നാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും, ലോസ് കിട്ടും എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നാളെ നമ്മുടെ ക്ലാസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു കാര്യം തറ ആയി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നാളെ നമ്മുടെ ബുൾ പുട്ട് സ്പ്രെഡ് ആകെ കൂടി കുഴയും, ചക്ക കുഴയും. അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ലിങ്ക് അയക്കാം, നമ്മുടെ വെബ്സൈറ്റിലുണ്ടാവും. നിഫ്റ്റിയിൽ ചെയ്യുന്നതോ? ഇക്വിറ്റിയിൽ സ്വിംഗ് ചെയ്യുന്നേക്കാളും കൃത്യമായിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് അറിയാം, നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ സേഫാണ്. കാരണം നമ്മൾ ഒരു സ്റ്റോക്കിൽ പലപ്പോഴും 5%, 10% ഗ്യാപ്പ് ഡൗണുകൾ കാണാറില്ല. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അതിൽ 10,000 20,000 നഷ്ടം വരില്ലേ വലിയ ഗ്യാപ് ഡൗൺ. പക്ഷെ ഇതാവുമ്പോൾ നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള 3,000 4,000 6,000 നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫൈൻ ട്യൂൺ ചെയ്യാം. ആ ഫൈൻ ട്യൂൺ ചെയ്യുന്നത് ഈ സ്ട്രൈക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് നോക്കിയിട്ട് ഈ സ്ട്രൈക്കുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 700 ആണെങ്കിൽ അതിനനുസരിച്ച് 3,000 പ്രോഫിറ്റ് ലോസ് ആയി, 800 ആണെങ്കിൽ 4,000 6,000 ഒക്കെ ആയി അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ കൺട്രോൾ ചെയ്യാം. ഒരു മിനിമം നിഫ്റ്റിയിൽ ഏകദേശം ഒരു 1,000-1,500 രൂപയ്ക്കാണ് മാക്സിമം ലോസ്. പക്ഷെ ആ ലോസ് ഒരിക്കലും വരാൻ സാധ്യതയില്ല. അത് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ പോയാൽ മാത്രമേ വരുള്ളൂ. ഇൻട്രാഡേക്ക് നമുക്കൊരു 300-500. ഓക്കെ സി യു. അപ്പൊ നാളെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ശരി ഫൈൻ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നാളെ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ.